മന്ദസ്മിതമായി മധുമൊഴി തീർത്തൊരു പൂവേ മഹ്മൂദേ, മാണിക്യം മരതകം നാണിക്കുന്നുള്ളൊരു ചേലേ പനിനീരേ, മാതൃകപാത ഉലകത്തിൽ മുഴുവനും വീശി കനിഞ്ഞോരേ, മാണിക്യക്കല്ലും മരതകവും തോൽക്കുന്ന നബിയോരേ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بدين الحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون. واتقوا النار التي أعدت للكافرين وأطيعوا الله والرسول لعلكم ترحمون. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين.
صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ഇതിൽ ഉപവിഷ്ടരായിരിക്കുന്ന അൻവാർ വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, താലിമീങ്ങളെ, കൊച്ചനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായങ്ങളിലെ സഹോദരി സഹോദരന്മാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും ശാന്തിയുടെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ ധന്യമായ ഈ ഇൽമിന്റെ മജ്ലിസിൽ, വിജ്ഞാനത്തിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടിയ നാം ഏവരുടെയും എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, ഗുരുവര്യന്മാർ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മളിൽ നിന്ന് മരണപ്പെട്ട് ആരും സഹായിക്കാനില്ലാതെ ഖബറിന്റെ ഏകാന്തതയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, മാതാപിതാക്കൾ, എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതിന് തടസ്സമാകുന്ന എന്തെങ്കിലും തെറ്റുകൾ, ന്യൂനതകൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ളതെല്ലാം അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീർഘമായ 2 പതിറ്റാണ്ടിന് ശേഷമാണ് വിനീതനായ ഞാൻ മുതിരപ്പറമ്പിൽ വീണ്ടും ഒരു മതപ്രസംഗത്തിന്റെ വേദിയിൽ എത്തിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം, അവന്റെ വിധി, അവന്റെ തീരുമാനം, അവന്റെ ഭാഗത്തു നിന്നുള്ള ആ ഫളല്, ഔദാര്യം, അതുകൊണ്ടാണ് വീണ്ടും എനിക്കും നിങ്ങൾക്കും ഇതുപോലെ ഇങ്ങനെ ഒരു വേദിയിൽ കാണാനുള്ള അവസരം കിട്ടിയത്. വിനീതനായ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 2.5 പതിറ്റാണ്ടോളമായിരുന്നു ആ വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഘട്ടത്തിൽ മുതിരപ്പറമ്പിൽ നടന്ന ഒരു മതപ്രഭാഷണ പരമ്പരയിലാണ് ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ പ്രസംഗിച്ച് പഠിക്കുന്നത്. മുതിരപ്പറമ്പുകാരുടെ മുന്നിലാണ് വഅള് പറഞ്ഞ് പഠിക്കുന്നത്. അങ്ങനെ അഭേദ്യമായ ബന്ധമുള്ള ഈ മണ്ണിൽ അൽഹംദുലില്ലാഹ് വീണ്ടും എനിക്ക് എത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്തു. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ പ്രതീക്ഷകളൊക്കെ പലപ്പോഴും അസ്തമിച്ചു പോയ അവസ്ഥയിൽ നിന്നാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ അല്ലാഹു തആല വീണ്ടും ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരൊറ്റ ബന്ധത്തിന്റെ പേരിൽ മാത്രമാണ്. രണ്ടാമതൊരു കാരണമില്ലാതെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ. ഈ ഒരുമിച്ച് കൂടലിന്റെ കാരണം നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ചങ്ങലയുണ്ട്. രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്നത് ഒരൊറ്റ ബന്ധത്തിന്റെ പേരിലാണ്. ആ ബന്ധമാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാണ് എന്നുള്ള ഒരൊറ്റ ബന്ധമാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇതല്ലാതെ മറ്റൊന്നുമില്ല. നമ്മൾ എന്തൊക്കെ കൊച്ചു 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 അഭിപ്രായാന്തരങ്ങൾ നിങ്ങളുടെ ഇടയിലും നിങ്ങൾ പരസ്പരവും ഞാനും നിങ്ങളും തമ്മിലും ഒക്കെ ഉണ്ടായാലും ആ അഭിപ്രായാന്തരങ്ങളെക്കാളൊക്കെ എത്രയോ അപ്പുറമാണ് നമ്മൾ തമ്മിലുള്ള ഹൃദയത്തിന്റെ യോജിപ്പ്. ഞാനും നിങ്ങളും എവിടെ നിന്നാലും, ഏത് ഭാഗത്ത് നിന്നാലും, ലോകത്തിന്റെ ഏത് കോണിലായാലും എന്നെയും നിങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആ ബന്ധം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ ഹൃദയത്തിന്റെ അടുപ്പം, ബന്ധം, അതൊരു വലിയ കടലാണ്. വറ്റിക്കാൻ പറ്റാത്ത കടൽ, കോരിത്തീർക്കാൻ പറ്റാത്ത കടൽ, അളന്ന് അവസാനിപ്പിക്കാൻ പറ്റാത്ത കടൽ. ആ വലിയ കടലാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നമ്മളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബന്ധത്തിന്റെ അളവ് കടലോളമാണെങ്കിൽ അഭിപ്രായാന്തരങ്ങൾ
ആ കടലിൽ നിന്നൊരു സൂചി കൊണ്ട് മുക്കിയിട്ട് ഇങ്ങോട്ട് എടുത്താൽ ആ സൂചിയുടെ അറ്റത്ത് എന്ത് പറ്റും? അതാണ് അഭിപ്രായ വ്യത്യാസം. അങ്ങനെ ആകണം വിശ്വാസി. അങ്ങനെ ആകുമ്പോഴാണ് വിശ്വാസിയായി തീരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും പ്രേമിക്കുന്നവരും ആ ഒരു ബന്ധത്തിന്റെ വിശാലത, ആ ഒരു ബന്ധത്തിന്റെ വലുപ്പം അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അള്ളാഹു ആ ബന്ധത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകനോടുള്ള ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ അൻവാർ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയുടെ പേരിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. അള്ളാഹുവിനെ പറ്റി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് റഹ്മാൻ, അളവറ്റ ദയാപരൻ, കരുണാവാരിധി, കാരുണ്യനിധി, ദയാലു. ഇതാണ് അല്ലാഹു തആല അള്ളാഹുവിനെ പറ്റി ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പരിചയപ്പെടുത്തുന്നത് കാരുണ്യവാൻ എന്നാണ്, റഹ്മാൻ എന്നാണ്. വിശുദ്ധ ഖുർആന്റെ 114 സൂറത്തുകളിൽ ഒരു സൂറത്ത് ഒഴികെ, ഒരു ചാപ്റ്റർ ഒഴികെ, ഒരു അധ്യായം ഒഴികെ എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞ, ദയാപരനായ അള്ളാഹുവിന്റെ നാമം കൊണ്ടെന്ന് പറഞ്ഞ. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാരുണ്യവാനാണ്. അവന്റെ കരുണയെപ്പറ്റി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന് അവന്റെ അടിമയോടുള്ള ഇഷ്ടം, അള്ളാഹുവിന് അവന്റെ അടിമയോടുള്ള പ്രേമം, അള്ളാഹു കാരുണ്യം എന്ന വികാരത്തെ, സ്നേഹമെന്ന വികാരത്തെ, ഇഷ്ടമെന്ന വികാരത്തെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് 100ആയി ഓഹരിച്ചിട്ട് ആ 100ൽ ഒരൊറ്റ ഓഹരി, 100ലെ ഒരേ ഒരു ഭാഗം, അതാണ് ലോകത്തുള്ള സർവ്വ സൃഷ്ടികൾക്കും കൂടി അള്ളാഹു ഓഹരിച്ചു കൊടുത്ത കാരുണ്യം. നോർത്ത് നോക്കണം. അള്ളാഹു കാരുണ്യം എന്ന വികാരത്തെ 100ആയി ഓഹരിച്ചു. എന്നിട്ട് ആ 100ൽ ഒരു ഭാഗം മാത്രമാണ് ലോകത്തുള്ള അള്ളാഹുവിന്റെ സർവ്വ സൃഷ്ടികൾക്ക് മോഹരിച്ചു കൊടുത്ത കാരുണ്യം. കാണുന്നില്ലേ, മുകളിലൂടെ പരുന്ത് പറന്നു പോകുമ്പോൾ പറന്നു പോകുന്ന പരുന്തിനെ കണ്ട് തള്ളക്കോഴി കൊക്കി വിളിച്ച് അതിന്റെ അരികിലേക്ക് ആ കോഴിക്കുഞ്ഞുങ്ങളെ വിളിച്ചു നിർത്തി രക്ഷപ്പെടുത്തുന്നത് കാരുണ്യം കൊണ്ടാണ്. ആ കാരുണ്യം മുതൽ പിറന്നു വീഴുന്ന പശുക്കുഞ്ഞിനെ, കിടാവിനെ തിരിഞ്ഞ് പെട്ടെന്ന് നക്കി ആ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന പശുവിന്റെ കാരുണ്യം മുതൽ സർവ്വ ജീവജാലങ്ങളുടെയും കാരുണ്യം, മനുഷ്യന്റെ കാരുണ്യം, മനുഷ്യന് മക്കളോടുള്ള, അമ്മായിക്ക് മക്കളോടുള്ള കാരുണ്യം, മക്കൾക്ക് ഉമ്മായോടുള്ള ഇഷ്ടം, ഈ വികാരങ്ങളുണ്ടല്ലോ. ഗലീതനായ ഞാൻ ഓർത്തു പോവുകയാ. ഞാൻ ജയിലിലായിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന തൃശ്ശൂർ ജില്ലക്കാരനായ ഉമർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം രാത്രിയില് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. എന്റെ കൂടെ വേറെ തടവുകാരൊന്നും ഈ കേസിൽപ്പെട്ടവരില്ല, അവരൊക്കെ വേറെ സെല്ലുകളിലായിരിക്കും. ഒരു ദിവസം രാത്രി ജയിൽ സൂപ്രണ്ട് എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഒരു ടെലഗ്രാം വന്നിട്ടുണ്ട്, നമ്മുടെ ഉമറിന്റെ മാതാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം വന്നിട്ടുണ്ട്. ഫയർ ആക്സിഡന്റ് ആണ്, തീ പിടിച്ചാണ് മരിച്ചിരിക്കുന്നത്. അപ്പോ അവന്റെ അടുക്ക സെല്ലിൽ പോയിട്ട് രാത്രിയിൽ ഞങ്ങൾക്ക് ഇത് പറയാനൊരു വിഷമമുണ്ട്, പെട്ടെന്ന് എന്ന് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോ അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിപ്പിക്കാം, നിങ്ങളതൊന്ന് അവതരിപ്പിക്കുമോ എന്ന് ചോദിച്ചു എന്റെ അടുക്കൽ സൂപ്രണ്ട്. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ രാത്രിയായി, എന്തായാലും നിങ്ങൾ ഇന്ന് അവനെ വിടൂല. അഥവാ ഇനി രാവിലെ കോടതിയിൽ നിന്ന് വിടണമെങ്കിൽ തന്നെ രാവിലെ ജഡ്ജി വന്ന്, വക്കീല് വന്ന് കോടതിയിൽ അത് സംബന്ധിച്ചുള്ള പെറ്റീഷൻ സമർപ്പിച്ച് അതില് ജഡ്ജി തീരുമാനം എടുത്താൽ മാത്രമേ അവനെ വിടുള്ളൂ. അപ്പോ ഇന്നിനിയിപ്പോ രാത്രി ഇത് അറിയിച്ചിട്ട് രാവിലെ എന്തായാലും രാവിലെ പോകാൻ പറ്റുള്ളൂ, രാവിലെ വരെ വിടൂല എന്നുള്ളപ്പോ ഈ രാത്രി അറിയിച്ചിട്ട് അവന്റെ ഉറക്കം നഷ്ടപ്പെടുത്തണ്ടല്ലോ, വിഷമിപ്പിക്കണ്ട. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണ്ട, നാളെ രാവിലെ ലോക്കപ്പ് തുറന്നാൽ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഞാൻ രാവിലെ അവനെ വിളിപ്പിച്ചു. ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു മോനാണ്. ഉമ്മ മാത്രം, വാപ്പ വളരെ രോഗിയായി കിടക്കുന്ന ആളാണ്. ഉമ്മ മാത്രമാണ് ഉള്ളത്. ആ ഉമ്മ എല്ലാ ആഴ്ചയിലും തൃശ്ശൂരിൽ നിന്ന്
ആ പാവപ്പെട്ട സ്ത്രീ ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന സഹായത്തിൽ 2 ജ്യേഷ്ഠന്മാരുണ്ട്. ഒരാള് ഗൾഫിലാണ്, പണിയൊന്നും കാര്യമായിട്ടില്ല. പിന്നെ ഒരാളുള്ളത് മാനസിക രോഗിയാണ്. ആരെങ്കിലും കൊടുക്കുന്ന എന്തെങ്കിലും സഹായത്തിൽ നിന്ന് ഈ മകന് വേണ്ടി ആഴ്ചയിലൊരിക്കൽ 2 ആഴ്ചയിലൊരിക്കൽ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ യാത്ര ചെയ്തിട്ട് അല്ല ഓറഞ്ചോ മുന്തിരിങ്ങയോ പഴമോ ഒക്കെ വാങ്ങിച്ചൊരു കവറിലിട്ട് കൊണ്ടുവന്നിട്ട് കണ്ട് കൊടുത്തിട്ട് പോവും. ബിസ്ക്കറ്റോ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് പോവും. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ യാത്ര ചെയ്യുന്ന പാവപ്പെട്ട ആ സഹോദരി കഴിഞ്ഞ ആഴ്ചയും വന്നിട്ട് പോയതാ അവന്റെ ഉമ്മ. ഈ ആഴ്ച അവൻ അടുത്ത ദിവസം വരൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. അപ്പോഴാണ് ഈ ഉമ്മയുടെ മരണം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ആ ഉമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ആ ഉമ്മയുടെ വികാരം, സ്നേഹം, കാരുണ്യം, മക്കളോടുള്ള ഇഷ്ടം, മക്കളോടുള്ള പ്രേമം, മക്കളോടുള്ള ബന്ധം, ഹൃദയബന്ധം, ഇതൊക്കെ മാതാവിന് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടായ ആ അനുഭവം ഞാൻ പറയാം. ചുരുക്കത്തിൽ ഞാൻ വിളിപ്പിച്ചു, അവനെ പോലീസ് രാവിലെ അറിയിച്ചു. പിന്നീട് കോടതിയിൽ അഡ്വക്കേറ്റ് അക്ബർ അലി പെറ്റീഷൻ ഫയൽ ചെയ്തു. അങ്ങനെ കോടതി അനുവദിച്ചു, അവനെ വിട്ടു. അവൻ പോയി ഉമ്മയെ കണ്ടിട്ട് പാതിരാത്രിയിൽ തിരിച്ചു വന്നു മയ്യത്ത് കണ്ടതിന് ശേഷം. എന്നിട്ട് കഥ അവൻ പറഞ്ഞു എങ്ങനെയാ മരിച്ചത്. മാനസിക രോഗമുള്ള അവന്റെ ജ്യേഷ്ഠനുണ്ട്. ഈ പാവപ്പെട്ട മാതാവ് വീട്ടിന്റെ മുന്നിൽ ഓലപ്പുരയാണ്. ഓലപ്പുരയുടെ മുന്നിൽ ഒരു മുരിങ്ങമരമുണ്ട്. ആ മുരിങ്ങമരത്തിൽ നിന്ന് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടിയിട്ട് ഈ സാധുവായ സ്ത്രീ ചെയറിട്ടിട്ട് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ആ സ്റ്റൂളിന്റെ മേളിൽ കയറി നിന്ന് മുരിങ്ങക്കായ ഇങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കുറച്ച് മണ്ണെണ്ണ ഒരു വലിയ പാട്ടയിൽ വാങ്ങിച്ച വീട്ടിലിരിപ്പുണ്ടായിരുന്നു. ഈ മാനസികാസ്വസ്ഥതയുള്ള മകൻ ഈ ഉമ്മായുമായിട്ട് തലേ ദിവസം എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു വാശിയായി നിലനിന്നു. ഈ ഉമ്മ ഇങ്ങനെ നിന്നിട്ട് മുരിങ്ങയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൻ വന്ന് മേളി നിൽക്കുന്ന ഈ ഉമ്മാടെ ശരീരത്തേക്ക്, സ്റ്റൂള് നിൽക്കുന്ന ഉമ്മാടെ ദേഹത്തേക്ക് ഈ മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിച്ചു കൊടുത്തു. ഒഴിക്കുകയും പെട്ടെന്ന് തന്നെ തീപ്പെട്ടി കത്തിച്ചങ്ങ് ഇടുകയും ചെയ്തു. ആ ഉമ്മാടെ ശരീരം അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി. ആളിക്കത്തിയ പ്രിയപ്പെട്ട മാതാവിന്റെ ശരീരം, ആ ആളിക്കത്തിയതിന്റെ തീയുടെ ഭാഗം ആ ഓലപ്പുരയിലേക്ക് പിടിച്ചു. ഇവര് സ്റ്റൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടുകയാണ്. അടുത്ത വീട്ടിലേക്ക് അവർ ഓടുമ്പോൾ ഈ തീ ശരീരത്തിൽ നിന്ന്, ഈ തീജ്വാലയിൽ നിന്ന് തീ പറയുന്ന ഓലപ്പുരയിലേക്ക് കത്തിപ്പിടിച്ച് ആ പുരയ്ക്കകത്തേക്ക് ഈ മോൻ കയറി പോകുന്നത് ഉമ്മ കണ്ടു. അപ്പൊ ആ ഉമർ എന്ന മോൻ കണ്ടിട്ട്, മയ്യത്ത് കണ്ടിട്ട് വന്ന് പറയാ, ഈ ഉമ്മ ഈ തീ പിടിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് കയറുമ്പോഴും എന്റെ ശരീരത്തിൽ വെള്ളം ഒഴിക്കും എന്നല്ല പറയുന്നേ, മോൻ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ തീ കത്തുന്ന വീട്ടിൽ നിങ്ങളൊന്ന് അങ്ങോട്ട് പോയെന്ന് നോക്കെന്നാണ് അവര് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും പറയുന്നത്. അങ്ങോട്ടൊന്ന് പോ, മോൻ വീട്ടിനകത്തേക്കാ കയറിയത്, വീട് കത്തുന്നു, നിങ്ങൾ പോയി അവനെ രക്ഷപ്പെടുത്തു എന്നാ പറയാം. ഇതുപോലത്തെ ഒരു 100 സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പരിശുദ്ധ ഹജ്ജിന് പോയപ്പോൾ മിനായിൽ തീ പിടിച്ചപ്പോൾ മിനാ ദുരന്തത്തിൽ പ്രിയപ്പെട്ട മാതാവും മകനും രക്ഷപ്പെടാൻ വേണ്ടി മിനയിൽ നിന്ന് ഓടി മലമേളിലേക്ക് ചാടിക്കേറുക. മോന്റെ കയ്യിൽ, ഉമ്മാടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ മോൻ കേറുകയാണ്. തലശ്ശേരിക്കാരനായ മകൻ ഉമ്മാടെ കയ്യിൽ പിടിച്ചിട്ട് കേറുകയാ. ഉമ്മാടെ ശരീരത്തിലേക്ക് തീ ഇങ്ങനെ ആളി വന്ന തീ ഉമ്മായുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പിടിച്ചു. ഉമ്മാടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തീ പിടിച്ചപ്പോ ഉമ്മ വിളിച്ചു പറയാ, മോനെ നീ എന്നെ വിടടാ, നീ രക്ഷപ്പെടടാ, എനിക്കിതേ തീ പിടിച്ചു മോനെ, ഇനി ഞാൻ രക്ഷപ്പെടൂല്ല. ഇല്ല ഉമ്മ വാന്ന് പറഞ്ഞിട്ട് വലിച്ച് വീണ്ടും കയറ്റുമ്പോൾ ഈ തീ ഇനി ഇഹ്റാം വസ്ത്രത്തിലൂടെ മുകളിലേക്ക് കയറിയാൽ അടുത്ത സെക്കൻഡിൽ മോന്റെ ഇഹ്റാം വസ്ത്രത്തിലാ പിടിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഉമ്മ എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു പൊന്നു മോനെ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ ചെയ്തതെന്നറിയോ? പിടിച്ചോണ്ടിരിക്കുന്ന മോന്റെ കയ്യിലങ്ങ് കടിച്ചു. മോൻ പെട്ടെന്ന് കൈവിട്ടു. ഉമ്മ തീയിലേക്ക് വീണു. മോനോട് രക്ഷപ്പെട്ടോ എന്ന് വിളിച്ചു കൂവി. എത്ര അനുഭവങ്ങളായതുപോലെ. ഇതൊക്കെ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണ എന്ന വികാരത്തിന്റെ പ്രതിഫലനമാണ്. ഇങ്ങനെ ഈ ലോകത്ത് കാണുന്ന കോടിക്കണക്കിന് മാതാക്കന്മാർക്ക് മക്കളോടുള്ള കാരുണ്യം ഉൾപ്പെടെയുള്ള സർവ്വ കാരുണ്യവും ഇതൊക്കെ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനുള്ള കാരുണ്യത്തിന്റെ, റബ്ബിന്റെ കാരുണ്യമാകുന്ന വികാരത്തിന്റെ 100ൽ ഒരംശം മാത്രമാണ്. ബാക്കി 99% കാരുണ്യവും അല്ലാഹു വെച്ചിരിക്കുകയാണ്. ആ കാരുണ്യം അല്ലാഹു സൂക്ഷിക്കുന്നത്, അല്ലാഹു വെച്ചിരിക്കുന്നത് അല്ലാഹുവിന് അവന്റെ അടിമയോടുള്ള
സ്നേഹം പ്രകടിപ്പിക്കാനാണ്, അള്ളാഹുവിന് അവന്റെ അടിമയോടുള്ള കാരുണ്യം പ്രകടിപ്പിക്കാനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യം 99% ലോകത്തുള്ള മറ്റ് സർവ്വകാരുണ്യങ്ങളും കൂടി ഒരൊറ്റ ശതമാനമാണ്. ഇങ്ങനെയുള്ള ഈ കാരുണ്യമെന്ന വികാരം, ആ വികാരം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കരുണാമയനാണ്. ആ റബ്ബിന്റെ കാരുണ്യം, ആ റബ്ബിന്റെ പ്രേമം, ആ റബ്ബിന്റെ സ്നേഹം ഇഷ്ടപ്പെടുന്ന നാം ഓരോരുത്തരും അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രണ്ടാമതോ പിന്നെന്താ, അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു തആല എന്താ വിശേഷിപ്പിച്ചത്? അങ്ങ് കരുണയുള്ള ആളാണെന്നല്ല പറഞ്ഞത്, അങ്ങയിൽ കരുണ എന്ന വികാരം നാം ഇട്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകനെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല കരുണയായിട്ടല്ലാതെ, റഹ്മത്തായിട്ടല്ലാതെ. അങ്ങ് റഹ്മത്താണ്, അങ്ങ് കരുണയാണ്, അങ്ങ് കാരുണ്യമാണ്. ആർക്ക്? അബ്ദുൽ നാസർ മഅദനിക്കോ? മഅദനിയുടെ മുന്നിലിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് മാത്രമോ? ലോകത്തുള്ള കോടാനുകോടി 140 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിന് മാത്രമോ? അതല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യർക്ക് മാത്രമോ? അല്ല, മുസ്ലിമിന് മാത്രമല്ല റസൂലുള്ള കരുണയായത്. അള്ളാഹുവിന്റെ റസൂല് കരുണയാണ്, അള്ളാഹുവിന്റെ റസൂല് കാരുണ്യമാണ്. ലാൽകൃഷ്ണ അദ്വാനിക്കും കാരുണ്യമാണ്, ഉമാഭാരതിക്കും കാരുണ്യമാണ്. ലോകരാജ്യത്ത് മൊത്തം വർഗീയ കലാപം അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് പണം തന്നോളൂ, കലാപം നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു കലാപം നടത്താൻ 70 ലക്ഷവും 80 ലക്ഷവും 1 കോടിയും ചോദിക്കുന്ന മുത്തലിഖ് എന്ന് പറയുന്ന ശ്രീരാമസേനയുടെ നേതാവിനും ഹബീബ് കാരുണ്യമാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്ക് കാരുണ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി നിന്ദിച്ചുകൊണ്ട്, പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട്, പ്രവാചകനെ കൊള്ളക്കാരനെന്നും നികൃഷ്ടനെന്നും പറഞ്ഞുകൊണ്ട്, പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ വൃത്തികെട്ട ലോഹധാരിയായ പത്തനംതിട്ടയിലെ പുസ്തകം പ്രസിദ്ധീകരിച്ച പാസ്റ്റർക്കും റസൂലുള്ള കാരുണ്യമാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട ജീവിയുടെ പേരിട്ടുകൊണ്ട്, തൊടാനറയ്ക്കുന്ന ജീവിയുടെ പേരിട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ ആ പേര് ഉപയോഗിച്ച് വിളിച്ചുകൊണ്ട് ചോദ്യപേപ്പർ എഴുതിയ തൊടുപുഴയിലെ ഡിമാൻ കോളേജിലെ പ്രൊഫസർ എന്ന വൃത്തികെട്ടവൻ റസൂലുള്ള കാരുണ്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് ശത്രുവിനും കാരുണ്യമാണ്, ഹബീബ് മിത്രത്തിനും കാരുണ്യമാണ്, ഹബീബ് മനുഷ്യന് കാരുണ്യമാണ്, ഹബീബ് മാലാഖമാർക്ക് കാരുണ്യമാണ്, ഹബീബ് സർവ്വ ജീവജാലങ്ങൾക്കും കാരുണ്യമാണ്, സർവ്വചരാചരങ്ങൾക്കും കാരുണ്യമാണ്, എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമാണ്, എല്ലാ ജീവികൾക്കും കാരുണ്യമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാണ്. ആ കാരുണ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാ പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വ ജീവജാലങ്ങൾക്കും, സർവ്വ പ്രപഞ്ചത്തിനും, സർവ്വചരാചരങ്ങൾക്കും, സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല നബിയെ. അങ്ങ് കാരുണ്യമാണ് നബിയെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുതിരപ്പുറം പോകാനാണോ? അതേ കടലപ്പുറം പോയ, അതേ ശവപ്പുറം പോയ ലജ്ജ തോന്നിപ്പോകും. ലജ്ജ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കേട്ടിട്ട് ചുണ്ട് ചലിക്കാത്ത, ആവേശം കൊള്ളാത്ത ഒരവസ്ഥയിൽ മുതിരപ്പുറം എത്തിപ്പോയോ? അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഇന്നിപ്പം മിണ്ടാതിരിക്കാൻ തോന്നുന്നോ? ഹബീബായ നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയേ പറ്റൂ, സ്വലാത്ത് ചൊല്ലിയേ പറ്റൂ. സ്വലാത്തിന്റെ കാര്യത്തിൽ എന്തിനാ നമ്മൾ മടിക്കുന്ന? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ സ്വലാത്ത്, ഒരു സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ, ഒരൊറ്റ സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറിയ കുറിപ്പ് എനിക്ക് കൊടുത്തു വിട്ടു. ഒരു സഹോദരി കൊടുത്തു വിട്ട കുറിപ്പാണ്. സാധാ സ്വലാത്തൊന്ന് ചൊല്ലിക്കണേ, ആ സ്വലാത്തൊന്ന് ചൊല്ലിക്കണേ എന്നാണ് ആ കുറിപ്പിലുള്ളത്. ആ സ്വലാത്ത്, 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 അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. ഇത് ചൊല്ലുന്നത് നഷ്ടക്കച്ചവടമല്ലല്ലോ മക്കളെ. ഒരു സ്വലാത്തൊന്ന് ചൊല്ലുന്നതോടെ മുഹമ്മദ് മുസ്തഫ എന്ന് വിനീതനായ ഞാൻ പറയുകയും
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൂടെ ചൊല്ലുകയും ചെയ്യുന്നതോടെ ഒരൊറ്റ സ്വലാത്തോടുകൂടി 10 പാപങ്ങൾ പൊറുക്കപ്പെടും, 10 പാപങ്ങൾ പൊറുക്കപ്പെടും, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 10 പദവികൾ ഉയർത്തപ്പെടും, 10 കാരുണ്യം വർഷിക്കപ്പെടും. അബ്ദുന്നാസർമാദിന് ജയിലിൽ നിന്ന് വന്നപ്പോൾ കിട്ടിയ ഒരു പുതിയ അറിവായിട്ടാണ് ഇത് പറയുന്നത്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാൻ വേണ്ടി നാവ് വളച്ചിട്ടില്ലാത്ത, കള്ളം പറയുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലാത്ത, കള്ളം പറയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലാത്ത, കള്ളം പറഞ്ഞിട്ടില്ലാത്ത സാദിഖുൽ മസ്തൂഖായ സമ്പൂർണ്ണ സത്യത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും സാക്ഷാത്കാരമായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു സ്വലാത്ത് അങ്ങ് ചൊല്ലുന്നതോടെ റസൂലുള്ള പറയാണ് ഒരൊറ്റ സ്വലാത്ത് ഒന്ന് ചൊല്ലിയേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോടെ 10 പാപങ്ങൾ പൊറുക്കപ്പെട്ടു. റസൂലുള്ള പറഞ്ഞു വിശ്വസിക്കാൻ പറ്റൂലേ? പറ്റൂലേ? ഹബീബായ നബി പറഞ്ഞു വിശ്വസിക്കുമല്ലോ. എന്നാൽ 10 പാപങ്ങൾ പൊറുക്കപ്പെട്ടു. തീർന്നില്ല, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടു, 10 കാരുണ്യം വർഷിക്കപ്പെട്ടു, 10 പദവികൾ ഉയർത്തപ്പെട്ടു. 40 കാര്യമായി ഇപ്പൊ ഇവിടെ നടന്നേ, 40 കാര്യങ്ങളായി ഇവിടെ നടന്നു. ഈ സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ 40 കാര്യങ്ങളായി ഇവിടെ നടക്കുന്നത്. ഈ ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 40 അത്ഭുതങ്ങൾ നടക്കുകയാണ്. മഴ പെയ്യുന്നുണ്ടോ? ഇല്ല. 10 പാപങ്ങൾ പൊറുക്കപ്പെട്ടു. സ്വലാത്ത് ചൊല്ലു, സ്വലാത്ത് കൊണ്ട് നമ്മൾ അത്ഭുതം സൃഷ്ടിക്കണം. മുഹമ്മദ് മുസ്തഫ പോരാ. സ്വലാത്ത് കൊണ്ട് ഈ രാത്രി ഇന്നലെ വരെ, ഈ കുറച്ചു മുമ്പ് വരെ ഈ മണ്ണിനുണ്ടായിരുന്ന അവസ്ഥയല്ല ഇവിടെ നമ്മൾ ഇരുന്ന് സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടി ഉണ്ടാകുന്നത്. സ്വലാത്ത് വിടുന്ന ഒരൊറ്റ സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ ആ സ്വലാത്ത് ഉയർത്തപ്പെടുകയാണ്. ഈ അങ്കണത്തിന് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്ന റഹ്മത്തിന്റെ മാലാഖമാരാ സ്വലാത്തുമായി ഉയരുകയാണ്. ഇത് വെറുതെ ഒരു കഥ പറയുന്നതല്ല, ആവേശം കയറ്റാൻ പറയുന്ന ഒരു കാര്യമല്ല. സ്വലാത്തുമായി ഉയരുകയാണ്. ഒന്നാം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, രണ്ടാം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, മൂന്നാം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, 4ഉം 5ഉം 6ഉം 7ഉം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അർശിൽ ചലനം കുർസിലും ലൗഹിലും കലമിലും ചലനം സൃഷ്ടിക്കുകയാണ്. ആ സ്വലാത്ത് ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സവിധത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാ, കുതിരപ്പുറമ്പിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ന ആളിന്റെ വായിൽ നിന്ന് ഇന്ന ആള് ചൊല്ലിയ സ്വലാത്ത്, ഇന്ന പുരുഷൻ ചൊല്ലിയ സ്വലാത്ത്, ഇന്ന സ്ത്രീ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് റബ്ബിന്റെ സവിധത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. നിങ്ങൾ ന്യായമായും ചോദിക്കാം, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുള്ളത് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതേപ്പറ്റി നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മലക്കുകൾക്ക് അതിൽ റോൾ ഉണ്ടോ ഇല്ലയോ എന്നത് വലിയ ഗൗരവമായ പ്രശ്നമല്ല. നമ്മൾ മെസ്സേജ് വിടുന്നു, ഫോണിൽ നിന്ന് മെസ്സേജ് വിടുന്നു, മെസ്സേജ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഏത് നമ്പറിലേക്ക് അടിക്കേണ്ടത് ആ നമ്പരും നമ്മൾ ടൈപ്പ് ചെയ്തു, എന്നിട്ടങ്ങ് നമ്മൾ സ്വിച്ചിലേക്ക് അടിക്കുന്നു. അപ്പോഴാ സെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ആ സമയത്ത് പല മൊബൈൽ ഫോണുകളിലും ഒരു കിളി ആ മെസ്സേജ് കൊണ്ട് ഇങ്ങനെ പോന്നതായിട്ട് കാണാൻ പറ്റും. ആ കിളിയാണോ മെസ്സേജ് കൊണ്ടുപോകുന്നത്? ഈ കിളി ഇവിടുന്ന് അപ്പുറത്തെ ഫോണിലേക്ക് പോയാൽ കിളി മെസ്സേജ് കൊണ്ട് കൊടുക്കുന്നുണ്ടോ? പക്ഷെ അതിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. മലാഖമാർ, അല്ലാഹുവിന്റെ മലാഖമാർ ഈ സ്വലാത്ത് റബ്ബിന്റെ സവിധത്തിൽ എത്തിച്ചിട്ട് ഈ സ്വലാത്ത് ആര് ചൊല്ലി എന്നങ്ങ് പറയുന്നതോടെ സല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്ത്, ഈ ഒരൊറ്റ സ്വലാത്ത് എത്തുന്നതോടെ ആ സ്വലാത്ത് അത്ഭുതം സൃഷ്ടിക്കുകയാണ്. അല്ലാഹുവിന്റെ അർശിൽ ആ സ്വലാത്ത് എത്തുകയാണ്. റബ്ബിന്റെ സന്നിധാനത്തിൽ അത് ഹാജരാക്കപ്പെടുകയാണ്. ആ സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 നന്മകൾ ആ സ്വലാത്ത് ചൊല്ലുന്നവരുടെ മേൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. 10 പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, 10 കാരുണ്യം വർഷിക്കപ്പെടുകയാണ്, 10 പദവികൾ ഉയർത്തപ്പെടുകയാണ്. ഇത് മാത്രമാണോ? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈന്തപ്പനക്കുലകളുടെ മുന്നിൽ പൂവല്ലികളുടെ ശീതളച്ചായിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന് കാരണക്കാരനായ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ സ്വലാത്തും സലാമും എത്തിക്കപ്പെടുകയാണ്. റൗളയിൽ ചലനം സൃഷ്ടിക്കപ്പെടുകയാണ്. റൗള പ്രത്യഭിവാദ്യം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യഭിവാദ്യം കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അവിടുത്തെ തിരുസവിധത്തിലേക്ക് ആ സ്വലാത്തും സലാമും എത്തിച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ മിണ്ടാതിരിക്കില്ല, അല്ലാഹുവിന്റെ റസൂൽ അറിയാതിരിക്കില്ല. മക്കളെ, റസൂലിന്റെ പ്രത്യഭിവാദ്യം ചെയ്യാതിരിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ കല്ലറി, അവിടുത്തെ അഴുക്കുവാരി എറിഞ്ഞ, അവിടുത്തെ ചീഞ്ഞളിഞ്ഞ അഴുക്കുവാരി എറിഞ്ഞ, വീട് തൂക്കുന്ന തൂത്തുകൂട്ടുന്ന അഴുക്കുകൾ വാരി എറിഞ്ഞു കൊടുത്ത, വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത ജൂതപ്പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തിലേക്ക് ഈ വൃത്തികെട്ട അഴുക്കുകൾ വാരി എറിഞ്ഞു കൊടുത്ത പെണ്ണ് അറിയുമല്ലോ എത്ര കേട്ട കഥയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ ഒരു ദിവസം അഴുക്കൊന്നും വീഴുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുക, എവിടെ അഴുക്കറിയുന്ന പെണ്ണ് എന്ന് ഈ വഴിയിലൂടെ പോയാൽ അവൾ എന്റെ ശരീരത്തേക്ക് അഴുക്കറിയാറുണ്ടല്ലോ, അഴുക്കറിയാറുള്ള പെണ്ണ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ യാ റസൂലല്ലാഹ്, പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരനായ മുത്തലിയുടെ തിരുശരീരത്തിലേക്ക് അഴുക്കുകാരിയായ പെണ്ണിനെ പറ്റി പറയുന്നവൾ രോഗിയായി, അവളുടെ ശരീരം മൊത്തം പഴുത്ത് രോഗം പിടിച്ചിട്ട് അവൾ കിടക്കുകയായെന്ന് പറഞ്ഞപ്പോൾ തന്നെ അഴുക്കുവാരി എറിഞ്ഞ, വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന തൂത്തുകൂട്ടുന്ന വീട്ടിലെ അഴുക്കും എച്ചിലും ചാരി എറിഞ്ഞ, വീട്ടിലെ വൃത്തികെട്ട വെള്ളം കോരി ഒഴിച്ച ആ ജൂതപ്പെണ്ണിനെ കാണാൻ വേണ്ടി സുഖമില്ലയോ അവൾക്ക്? അവൾ എവിടെയാവളുടെ വീടെന്ന് ചോദിച്ചുകൊണ്ട് ഈ തന്നോട് ദിവസവും ഈ ക്രൂരത ചെയ്യുന്ന പെണ്ണിന്റെ വീട് അന്വേഷിച്ചു പോയി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ രോഗം മാറ്റിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവര്, അവിടുത്തെ പേരിൽ സലാം ചൊല്ലുന്നവര്, ദിവസവും റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് സ്വലാത്തിന്റെ ബൊക്കകൾ കൊടുത്തുവിടുന്നവർക്ക്, സ്വലാത്തിന്റെ പൂമാലകൾ കൊടുത്തുവിടുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യഭിവാദ്യം ചെയ്യാതിരിക്കുമോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വലാത്തിന് സലാമിന് പ്രത്യഭിവാദ്യം ചെയ്യുകയാണ്. ഒരു സ്വലാത്ത് സൃഷ്ടിക്കുന്ന അത്ഭുതം എത്രയാ! 7 വാനത്തിനും അപ്പുറത്തത് അത്ഭുതം സൃഷ്ടിക്കുന്നു. റൗള ശരീഫിൽ അത് ചലനം സൃഷ്ടിക്കുന്നു. ചെറിയൊരു കാര്യമല്ല സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് അത് വിടരുത്, അത് നന്നായിട്ട് മുറുകെ അങ്ങ് പിടിക്ക്. സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ സ്വലാത്ത് ചെയ്യും. മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ താജുൽ ആരിഫീൻ മുഹമ്മദ് മുസ്തഫ റസൂൽ റബ്ബിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ യാ മൻ അയ്യദഹു യാ മുഹമ്മദ് മുസ്തഫ യാ മൻ സയ്യദഹു യാ മുഹമ്മദ് മുസ്തഫ യാ മൻ ഇഖ്താറഹു യാ മുഹമ്മദ് മുസ്തഫ യാ മൻ ലം യൽബസുൽ ഹരീർ യാ മുഹമ്മദ് മുസ്തഫ യാ മൻ ലം യനം അല السرير യാ മുഹമ്മദ് മുസ്തഫ യാ മൻ ലം യശ്ബഉൽ ബത്ന ബിശ്ശഈർ യാ മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ പ്രപഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ തകർത്തു തരിപ്പണമാക്കപ്പെട്ട മാനുഷിക നിയമങ്ങളുടെ പുനഃസംവിധായകനായ മുഹമ്മദ് മുസ്തഫ കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ ആര് വെറുത്താലും ആരെത്ര വൃത്തികെട്ട പുസ്തകം എഴുതിയാലും ഏത് വൃത്തികെട്ടവൻ എത്ര കോടികൾ വാങ്ങി കാർട്ടൂൺ വരച്ചാലും ഏത് വൃത്തികെട്ടവൻ സാമ്രാജ്യത്തിന്റെ നക്കാപ്പിച്ച വാങ്ങി പ്രവാചകനെ തൊടാനറിയാക്കുന്ന ജീവിയുടെ പേര് പറഞ്ഞ് എഴുതിക്കൊണ്ട് ചോദ്യപേപ്പറുകൾ പ്രസിദ്ധീകരിച്ചാലും ആരെന്തെല്ലാം സാഹിത്യങ്ങളിലൂടെ എഴുതിവിട്ടാലും എത്ര ചോദിച്ചാലും ആരെത്ര മോശമായി കാണാൻ ശ്രമിച്ചാലും ലോകത്തെ കോടാനുകോടി
ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ ചങ്കിലെ ചോരയായ ലോകത്തെ കോടാനുകോടി മൃതികളുടെ വിമോചകനായ സർവ്വ അടിച്ചമർത്തപ്പെടുന്നവരുടെയും വിമോചകനായ ആരോടുള്ള സ്നേഹമാണോ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? സ്നേഹമെന്ന വികാരം ഞങ്ങളുടെ സൃഷ്ടിയിലാണോ ഞങ്ങൾ അവസാനിക്കുന്നത്? ആരുടെ അവതാരങ്ങൾ പറയൽ കൊണ്ടാണോ ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്? ആരെ കുറിച്ചുള്ള ചിന്തയാണോ ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ അകറ്റുന്നത്? ആരെ കുറിച്ചുള്ള പ്രതീക്ഷയാണോ ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ആരാണോ നാളെ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ ഞങ്ങളുടെ ജീവൻ ഞങ്ങളോട് സൃഷ്ടിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുമോ? ആർക്കു വേണ്ടി ഞങ്ങൾ രക്തസാക്ഷികളുടെ പുഞ്ചിരിയോടെ ഏറ്റുവാകുമോ? ആ മഹോന്നത വ്യക്തിത്വത്തിന്റെ ഉടമയായ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു തആല ഈ രാത്രിയെ നമുക്ക് സ്വീകാര്യമാക്കുമാറാകട്ടെ. ആ ഹബീബായ നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ വിനീതനായ ഞാനും ബഹുമാന്യരായ നിങ്ങളും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് പരിശുദ്ധമായ ഹൗലുൽ കൗസറിലെ പാനീയം വാങ്ങി കുടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആ ദർശന സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ കാരുണ്യമാണ്. പ്രവാചകനെ പറ്റി പറയുന്ന പോലൊന്നുമല്ല. അതെ, ഇവിടെ ഒരു എംബോക്കി എഴുതിയ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുസ്തകം ഞാനിതെല്ലാം വായിക്കുന്നില്ല, സമയമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്നത് ഇന്നും കേരളത്തിൽ നിരോധിച്ചിട്ടില്ല എന്നുള്ളതായി പുസ്തകം. ചിൻവാദ് പാലം എന്ന പേരിൽ പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിൽ പ്രസിദ്ധീകരിച്ച് ഈ പുസ്തകം എഴുതിയവൻ അവനൊരു ബുദ്ധി ചെയ്തു. എന്താണെന്നറിയാമോ? ഞാൻ മരിച്ചതിന് ശേഷം ഈ പുസ്തകം പുറത്തിറക്കാവുന്ന വസിയത്ത്. കാരണം എന്താ? അല്ലെങ്കിൽ പിന്നെ കൈയും കാലും ഉണ്ടാവില്ല. തൊപ്പി എടുത്തപ്പോ മൊബൈൽ ഇങ്ങനെ പൊങ്ങുന്നെന്താ? പണ്ട് തൊപ്പി ഊരുമ്പോൾ ഉള്ള അവസ്ഥയല്ല ഇപ്പൊ എന്നുള്ളതുകൊണ്ടാണോ മൊബൈൽ പൊങ്ങുന്നത്? തൊപ്പി ഊരിയപ്പോഴും മുടി മാത്രമല്ല കൂട്ടാ, എല്ലാം പോയടാ. ഒന്നൊഴിച്ച് അൽഹംദുലില്ലാഹ് ഭാര്യയെല്ലാം കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്ത് എന്റെ റബ്ബിനോടും റബ്ബിന്റെ പ്രവാചകനോടുമുള്ള എന്റെ ബന്ധത്തിന് അൽഹംദുലില്ലാഹ് ഒരു കോട്ടവും പറ്റിയിട്ടില്ല. അല്ലാഹു മരണം വരെ നിലനിർത്തുമാറാകട്ടെ. അപ്പോ പുസ്തകത്തിനകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണമല്ലോ. എന്താ ഈ പുസ്തകത്തിനെതിരെ ഇങ്ങനെ കേരളത്തിലൊക്കെ പ്രതിഷേധം ഉണ്ടാകുന്നതെന്നൊക്കെ അറിയണമല്ലോ. ഈ പുസ്തകത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഒരിടത്ത് പറയുന്ന ഞാൻ വായിക്കാം. ധാരാളം കൊള്ളയും അക്രമങ്ങളും ചെയ്തിട്ടുള്ളയാണ്. റസൂലുള്ളാഹിയെ പറ്റി പറഞ്ഞു വന്നിട്ട് പറയാണ്, ധാരാളം കൊള്ളയും അക്രമങ്ങളും ചെയ്തിട്ടുള്ളയാണ്. ഒരു ദിവസം 30 സ്ത്രീകളുമായി വരെ ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുള്ളയാണ്. നല്ല ചോരയും നീരും ചുറുചുറുക്കും ഉണ്ടായിരുന്ന ആരോഗ്യവാനായിരുന്നു മുഹമ്മദ് നബി. ബ്രാക്കറ്റിൽ സഹീഹ് മുസ്ലിം പേജ് 716. റസൂലുള്ള കൊള്ളക്കാരനായിരുന്നു, റസൂലുള്ള അക്രമിയായിരുന്നു, റസൂലുള്ള സ്ത്രീലംബടനായിരുന്നു പറഞ്ഞിട്ട് ഇത് അവന്റെ അഭിപ്രായമല്ല, ഇത് സഹീഹ് മുസ്ലിമിലുള്ള കാര്യമാണെന്ന് പറഞ്ഞ് അവൻ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ആക്ഷേപിക്കും. സ്വലാത്ത് ചെല്ലുന്നതിനെ പറ്റി അവൻ പറയുന്നത് എന്താണെന്നറിയാം? സ്വലാത്ത് ചെല്ലുന്നതിനെ പറ്റി പറയുന്ന കാര്യം ഞാൻ ആദ്യം കാര്യം പറഞ്ഞിട്ട് വായിക്കാം. അതായത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് ഷഹീദായി മരിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഷഹീദായി മരിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് രക്തസാക്ഷികളായി. പക്ഷെ മുഹമ്മദിന് ആ ഭാഗ്യം കിട്ടിയില്ല. പാപങ്ങൾ പൊറുക്കപ്പെടാതെ മുഹമ്മദ് മരിച്ചത്. എന്തായാലും ഇവനങ്ങ് മരിച്ചതിന് ശേഷം പുസ്തകം ഇറക്കി നന്നാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? മുഹമ്മദ് മരിച്ചത് പാപങ്ങൾ പൊറുക്കപ്പെടാം. അതുകൊണ്ട് മുഹമ്മദിന്റെ അന്ത്യം മോശമായി മരിച്ചത് കൊണ്ട് മുഹമ്മദിന് സമാധാനമില്ല. അതുകൊണ്ട് ആ ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വല്ല സമാധാനവും കിട്ടുമോ ചോദിക്കുക. മുഹമ്മദിന്റെ ജീവിത മധ്യേ സ്വാഭാവിക മരണം സംഭവിച്ചതിനാൽ രക്തസാക്ഷിയായി തീരാൻ മുഹമ്മദിന് സാധിച്ചില്ല. രക്തസാക്ഷികളാകുന്നവർ ന്യായവിധി കൂടാതെ നീതീകരിക്കപ്പെടും എന്നുള്ള ഇസ്ലാമിക പ്രത്യാശ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഭംഗം നേരിട്ടു.
മുഹമ്മദിന് രക്തസാക്ഷിയാകുവാൻ സാധിക്കാതെ ന്യായവിധി നേരിടേണ്ടി വരുമെന്നുള്ളതിനാൽ ഒരു സമാധാനവുമില്ലാത്തവനായിട്ടാണ് മുഹമ്മദ് മരിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. മേ അല്ലാഹ് പ്രേ ഫോർ ഹിം ആൻഡ് ഗ്രാന്റ് ഹിം പീസ് എന്ന പ്രാർത്ഥനയിലൂടെ മരിച്ച മുഹമ്മദിന് എന്ത് സമാധാനമാണ് ഉണ്ടാകുന്നത്? ഇസ്ലാമിക മത നേതാവിന്റെ അന്ത്യം തന്നെ ദുഃഖ പര്യവസാനമെങ്കിൽ 100 കോടി മുസ്ലിം ജനതയുടെ ഗതി എന്താണ്? പുസ്തകത്തിലെ 69-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്ന കാര്യം. ഈ പുസ്തകത്തിൽ ഖുർആനെ പറ്റി വേറൊരുത്തം പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ എടുത്തു കൊടുത്തേക്കുന്ന ഒരു ഭാഗം കൂടെ വായിച്ചാൽ നിർത്തിയേക്കാം. ഒരുപാട് കാര്യങ്ങൾ 40 സ്ഥലത്ത് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഈ പുസ്തകത്തിന്റെ 81-ാമത്തെ പേജില് വേറൊരുത്തൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനെ ഇവൻ ആക്ഷേപിക്കുന്ന എത്ര മോശമായിട്ടാണ് നിങ്ങൾ നോക്കണേ. ഖുർആനിലൊരു ആയത്തുണ്ടല്ലോ, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആനെ പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നവരിൽ ഈ ഖുർആന്റെ ഒരു ചെറിയ അധ്യായത്തിനോട് തുല്യമായതെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഖുർആൻ വെല്ലുവിളിക്കുന്ന രംഗമുണ്ട്. ആ ആയത്തിന്റെ അർത്ഥം എടുത്തു കൊടുത്തിട്ട് പറയുന്നു, ഈ വെല്ലുവിളി ഒരർത്ഥത്തിൽ ശരിയാണ്. ഇത്രയേറെ മോശമായ ഒരു കൃതി രചിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഷേക്സ്പിയർ നാടകങ്ങളുടെയോ ടോൾസ്റ്റോയി കൃതികളുടെയോ അടുത്തു നിൽക്കാനുള്ള യോഗ്യത ഈ കൃതിക്കില്ല. ഖുർആനെ പറ്റിയാ പറയാം. ഇവന് വല്ല വിവരമുണ്ട്? ടോൾസ്റ്റോയി അവസാനം ഇസ്ലാമായിട്ടാ മരിച്ചെന്ന് പറഞ്ഞിട്ട് പുതിയ പഠനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ടോൾസ്റ്റോയി ഉണ്ടല്ലോ, പാശ്ചാത്യന് നീതിബോധത്തിന്റെ അധ്യായം എഴുതി പഠിപ്പിച്ചു കൊടുത്ത ടോൾസ്റ്റോയി. ആ ടോൾസ്റ്റോയി മരിച്ചത് മുസ്ലിമായിട്ടാണെന്നും 5 നേരം നമസ്കരിക്കുമായിരിക്കുമെന്നും പറഞ്ഞ് ടോൾസ്റ്റോയിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യയിൽ നിന്നുള്ള ആ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് പുതിയ പുതിയ ഇസ്ലാമിനെ പറ്റിയുള്ള സൈറ്റുകളിൽ ടോൾസ്റ്റോയി മുസ്ലിമായി മരിച്ചു എന്നത് തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പറയുന്നു, ഈ ലോഹയിട്ട എംപോക്കി പറയാണ്, ഷേക്സ്പിയർ നാടകങ്ങളുടെയോ ടോൾസ്റ്റോയി കൃതികളുടെയോ അടുത്തു നിൽക്കാനുള്ള യോഗ്യത ഈ കൃതിക്കില്ല. വാളിന്റെ മുമ്പിൽ വെച്ച് പലരും ഇത് ഏറ്റു പറഞ്ഞിട്ടുണ്ടാവാമെങ്കിലും പ്രാകൃതനും മനോരോഗിയുമായ ഒരു അറബി ഗോത്രത്തിന്റെ വർഗ നേതാവിന്റെ പ്രാകൃതനും മനോരോഗിയും ആരെപ്പറ്റിയാ പറയുന്നേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരറബി ഗോത്രത്തിന്റെ വർഗ നേതാവിന്റെ അവിദഗ്ധ ഹസ്തങ്ങൾ രൂപം കൊടുത്തതാണ് ഈ കൃതി. മനുഷ്യവർഗത്തെ പരസ്പരം ഈ കൃതി തല്ലിപ്പിക്കുന്നു. പൈശാചികമായ കൊലപാതകങ്ങളെയും ക്രൂരതകളെയും ഇത് ന്യായീകരിക്കുന്നു. ഈ പുസ്തകത്തെ പോലെ മനുഷ്യന് പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള മറ്റൊരു കൃതിയും ലോകത്തുണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് ഇന്ന് വരെ ഈ പുസ്തകത്തെ അടിസ്ഥാനപരമായി ഇവിടുത്തെ ക്രിസ്ത്യൻ നേതൃത്വം തള്ളി പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അവരിൽ ചിലരൊക്കെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പുതിയ പുസ്തകം ഇറക്കി പറഞ്ഞിരിക്കുക. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത്, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കേരളം പോലൊരു നാട്ടിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം തോളോട് തോളൊരുമി ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ക്രിസ്തുമതത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ഈ പുസ്തകം എഴുതിയിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പ്രസംഗിക്കും, സാമ്രാജ്യത്വത്തിന്റെ കൈകൾ ഇതിന്റെ പിന്നിലുണ്ട്, സാമ്രാജ്യത്വത്തിന്റെ കൈകളുണ്ട്. അത് പറയുമ്പോൾ പലരും തിരിച്ചു പ്രസംഗിക്കും, ഓ എന്ത് സാമ്രാജ്യത്വം, ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയാണ്, സാമ്രാജ്യത്വം ഒന്നുമില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ ഇത്ര നികൃഷ്ടമായി ആക്ഷേപിച്ചുകൊണ്ടെഴുതിയ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ അത് വായിക്കുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ ഇത് പ്രസിദ്ധീകരിച്ചത് എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്, ബൈ അബാൻഡൻഡ് ലൈഫ് പബ്ലിക്കേഷൻ, അങ്കമാലി. ആർക്ക് വേണ്ടിയാ പ്രസിദ്ധീകരിച്ചെന്ന് താഴെ കൊടുത്തേക്കുന്നു. അത് നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളും എത്ര ശക്തമായ ഇടപെടലുകളാണ് മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുന്നവരുടെ വികാരങ്ങളെ ബന്ധപ്പെടുത്താൻ നടത്തുന്നത്, എത്ര വേദനാജനകമായ ഇടപെടലുകളാണ് നടത്തുന്നത് എന്നതിനെ പറ്റി അറിയാം. ഈ പുസ്തകം എവിടാ പ്രസിദ്ധീകരിച്ചതെന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്നു ആർക്ക് വേണ്ടിയാണെന്ന്. 892216 സ്ട്രീറ്റ്, ഹ്യൂൻസ്വില്ല, NY 11427, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ടെലിഫോൺ 0015164830165. അമേരിക്കയിൽ നിന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അമേരിക്ക കൊടുത്ത കാശ് കൊണ്ടുള്ളതാണ് ഈ പുസ്തകം. അമേരിക്കയുടെ പ്രേരണ പ്രകാരമുള്ളതാണ് ഈ പുസ്തകം. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നികൃഷ്ടമായി ആക്ഷേപിക്കുന്ന പുസ്തകം കേരളത്തിൽ ഇറക്കുന്നതും ഹബീബായ നബിയെ തൊട്ടാലറയ്ക്കുന്ന ജീവിയുടെ പേര് പറഞ്ഞു. ഞാൻ ആ പദം ഇവിടെ ഉപയോഗിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി കേരളം പോലൊരു സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിലെ പുതിയ മനുഷ്യരെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ന്യൂ മാൻ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിലെ ഒരു പ്രൊഫസർ അവിടുത്തെ ബികോമിന്റെ കുട്ടികൾക്ക് എഴുതി കൊടുത്ത ചോദ്യത്തില് ഹബീബായ നബിയെ പറ്റി തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട ജീവിയുടെ പേര് ചേർത്ത് റസൂലുള്ളാഹിയെ വിളിക്കുന്നതായിട്ട് എഴുതുന്നു എന്ന് വന്നാൽ നമുക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്താ അത്? ഒന്നുകിൽ ഈ പുസ്തകം എഴുതിയവൻ, ആ ചോദ്യപേപ്പർ എഴുതിയവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മായാവലയത്തിലേക്ക് വന്നിട്ട് ഹബീബായ നബിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ടവൻ ഇസ്ലാമിന്റെ ഉന്നതമായ വഴികളിലേക്ക് കടന്നു വരണം. അതല്ലെങ്കിൽ സംഭവിക്കേണ്ടത് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാ. അള്ളാന്റെ റസൂലിനെ ഏത് പേരിട്ട് വിളിച്ചോ, ഏത് രീതിയിൽ അവൻ ആക്ഷേപിച്ചോ, ആ വൃത്തികെട്ട ജന്തുവിനെ പോലെ അവൻ റോഡിലൂടെ നടക്കുന്ന ദുരവസ്ഥ ഉണ്ടാകണം. അള്ളാഹു രണ്ടിലേതെങ്കിലും ഒന്ന് നടപ്പിലാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുന്നവർ, നികൃഷ്ടമായി പറയുന്നവർ, അവർ രണ്ടിലേതെങ്കിലും ഒരു വഴിയിലേക്ക് വന്നേ പറ്റൂ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയക്കുറവുകൊണ്ട് അങ്ങോട്ട് ദീർഘമായി പോകുന്നില്ല. ഹബീബായ നബിയെ നികൃഷ്ടമായി ആക്ഷേപിക്കുമ്പോഴേ അവർ ക്രിസ്ത്യൻ പാസ്റ്റർ തന്നെ ആക്ഷേപിക്കുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കാരൻ ആംസ്ട്രോങ് എഴുതിയ പുസ്തകമാണിത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എഴുതിയ 444 പേജുള്ള പുസ്തകമായി. അവരാരാണെന്ന് ഇതിൽ പറയുന്നത് തന്നെ, ഇതിന്റെ തുടക്കത്തിൽ പറയുന്നതിന്റെ കുറച്ചു ഭാഗം ഞാൻ അങ്ങ് വായിക്കാം. ആരാണ് കാരൻ ആംസ്ട്രോങ് എന്ന്? 1944 നവംബർ 14 ബ്രിട്ടനിൽ ജനിച്ചു. 19ാമത്തെ വയസ്സിൽ കന്യാസ്ത്രീയായി. 1982 കന്യാസ്ത്രീ എന്ന നിലയിലുള്ള അനുഭവങ്ങൾ പ്രതിപാദിക്കുന്ന ത്രൂ ദി നാരോ ഗേറ്റ്, ഇടുങ്ങിയ പടിവാതിലിലൂടെ എന്ന ആദ്യ ഗ്രന്ഥം പുറത്തു വന്നു. പിന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ചാനൽ 4 എന്ന ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ചാനൽ 4 എന്ന ടെലിവിഷൻ കമ്പനിക്ക് വേണ്ടി സെന്റ് പോളിനെ പറ്റി ഒരു TV ഡോക്യുമെന്ററിക്ക് വേണ്ടി രചന നടത്താൻ നിയുക്തയായി. എന്നിട്ട് അവസാനം ലോക പ്രശസ്തമായ ഒരു പുസ്തകം ജെറുസലേം വൺ സിറ്റി 3 ഫെയ്ത്ത്സ്, ജെറുസലേം ഒരു നഗരം 3 മതങ്ങൾ എന്ന വിശ്വപ്രശസ്തമായ കൃതി അവരിറക്കി. ആ കൃതിയുടെ പേരിൽ 3 മതങ്ങളെ പറ്റിയുള്ള ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂതമതം, ഈ 3 മതങ്ങളെ പറ്റിയുള്ള മത താരതമ്യ പഠനം, മതപാരമ്പര്യങ്ങളെയും മതത്തെയും പറ്റി ആഴത്തിൽ പഠിച്ചിട്ട് അങ്ങനെ പഠിച്ചതിന്റെ പേരിൽ അവർക്ക് 2004 കാരൻ ആംസ്ട്രോങ്ങിനെ ന്യൂയോർക്കിലെ പ്രശസ്തമായ ഓപ്പൺ സെന്റർ അവർക്ക് പ്രത്യേകമായ അവാർഡ് കൊടുത്ത് ആദരിക്കുകയുണ്ടായി. 2008 വീണ്ടും ടെസ്റ്റ് പ്രൈസ് നേടിയ 3 പേരിൽ ഒരാൾ കാരൻ ആംസ്ട്രോങ് ആണ്. റൂസ്വെൽറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ ആരാധനാ സ്വാതന്ത്ര്യത്തിനുള്ള അവാർഡ്, ഫ്രീഡം ഫോർ വർഷിപ്പ് അവാർഡ് എന്ന അവാർഡ് 2008 മെയ് മാസത്തിൽ അവർക്ക് ലഭിച്ചു. ചുരുക്കത്തിൽ മതങ്ങളെപ്പറ്റി പഠിച്ച്, മതങ്ങളെപ്പറ്റി താരതമ്യ പഠനം നടത്തി, ഓരോ മതങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങി അതേപ്പറ്റി ഗ്രന്ഥങ്ങൾ രചിച്ച് വിശ്വപ്രശസ്തമായ പല സ്ഥലത്തു നിന്നും അവാർഡുകൾ വാങ്ങി ഇന്നും ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന, ഇപ്പോഴും ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന കന്യാസ്ത്രീയായിരുന്ന കാരൻ ആംസ്ട്രോങ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഈ എഴുതിയിട്ടുള്ള 444 പേജ് പുസ്തകം വായിച്ചാൽ രോമാഞ്ചത്തോടുകൂടി അല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അടുത്ത സമയത്ത് അജിത് സാഹി, നിങ്ങൾക്കറിയാം, വിനീതനായ ഞാൻ നയിച്ച രാഷ്ട്ര സുരക്ഷാ സന്ദേശ റാലി തിരുവനന്തപുരത്തെത്തിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന, ഡൽഹിയിൽ നിന്ന് വന്ന അജിത് സാഹി എന്ന tehelka.com-ന്റെ എഡിറ്ററായ അജിത് സാഹി, തെഹൽക്ക അറിയാലോ, അടുത്ത സമയത്ത് പുറത്ത് ഓരോന്ന് കൊണ്ടുവന്ന് തെഹൽക്കായാമെന്ന് ഞാൻ മുത്തലിഖിന്റെ ഇതൊക്കെ കൊണ്ടുവന്ന് വായിച്ചില്ലേ? എന്തായിരുന്നു? എന്താ വായിച്ചു എന്ന് പറഞ്ഞ് എന്താ വായിച്ചേ?
വർഗീയ കലാപം നടത്തണമെങ്കിൽ 70 ലക്ഷം രൂപ എന്നാ എവിടാന്ന് വെച്ചാൽ നടത്തിത്തരാന്ന് പറഞ്ഞു. എവിടെയാന്ന് വെച്ചാൽ നടത്തിത്തരാം, ഞങ്ങൾ ഏറ്റു. നിങ്ങൾ 70 ലക്ഷം രൂപ ഇങ്ങ് കൊണ്ടുപോവാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിലയിൽ വർഗീയ കലാപം ഗംഭീരമായിട്ട് നടത്തിത്തരാം. MF ഹുസൈന്റെ ചിത്ര പ്രദർശനം നടത്തിയപ്പോൾ മുത്തലിഖിന്റെ ശ്രീരാമസേനയുടെ ആളുകൾ കയറി കുഴപ്പമുണ്ടാക്കി. ആ കുഴപ്പത്തിന്റെ പേരിൽ MF ഹുസൈന് കുറെ കൂടി പ്രശസ്തി ഉണ്ടായി. അപ്പോ തെഹൽക്കായിലെ മിടുക്കന്മാരായ ചെറുപ്പക്കാര് പോയിട്ട് ക്യാമറ ഒളിപ്പിച്ചു വെച്ചോണ്ട് പോയി ചോദിച്ചു, ഞാനും ഒരു ചിത്രകാരനാണ്, എന്റെ ഈ പുസ്തകം എന്റെ ചിത്രം ചെയ്യുന്നിടത്ത് നിങ്ങൾ അന്ന് നടത്തിയ പോലെ ഒരു കലാപം ഉണ്ടാക്കി തരാമോ, എനിക്കും പ്രശസ്തനാകാൻ വേണ്ടിയാണ്, അതോടുകൂടി പിന്നെ എന്റെ ചിത്രങ്ങൾ ലോകം മൊത്തം ശ്രദ്ധിക്കപ്പെടും, അതിനുവേണ്ടിയാ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, എന്ത് തരേണ്ടി വരും? 70 ലക്ഷം രൂപ തരേണ്ടി വരും. 70 ലക്ഷം രൂപ തന്ന വർഗീയ കലാപം ഗംഭീരമായിട്ട് നടത്തിത്തരാം. അങ്ങനെ ചോദിച്ചവന്റെ മൊത്തം വിവരങ്ങളും പുറത്തു വന്നിട്ടും അവന്റെ ഒരു രോമത്തിന് പോലും തൊടാൻ കുടുംബത്തിൽ പിറന്ന ഒരുത്തനും ഇപ്പോഴും ഈ രാജ്യത്തില്ല. അവനിപ്പോഴും സ്വതന്ത്രമായി നടക്കുന്ന ഒരു പ്രശ്നമില്ല. അപ്പോ ആ പറഞ്ഞ മുത്തലിഖിനെ പോലുള്ള ക്രിമിനലുകളെ വളരെ പുലിയുടെ മടയിൽ കയറിയിട്ട് ഇന്റർവ്യൂ നടത്തുന്ന തെഹൽക്കാ.കോമിന്റെ എഡിറ്ററായ അജിത് സാഹി, ആ അജിത് സാഹി അടുത്ത സമയത്ത് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അജിത് സാഹി കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മലയാള പ്രസിദ്ധീകരണത്തിൽ അജിത് സാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഒരു ലേഖനം എഴുതി. റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ട് അതിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബിയെ പറ്റി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും കാരൻ ആംസ്ട്രോങ് മുഹമ്മദ് നബിയെ പറ്റി എഴുതിയ പുസ്തകം വായിച്ചപ്പോൾ എന്റെ ഹൃദയം വല്ലാതെ തുടിച്ചുപോയി. ആ പ്രവാചകനെ പറ്റി അറിയാനും പ്രവാചകനെ പറ്റി കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനും ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ ആ പഠനത്തിലാണുള്ളത് എന്ന് അജിത് സാഹി പറയുകയുണ്ടായി. ഇവിടെ ഞാൻ മറ്റൊരു സംഭവം എടുത്തു കാണിക്കാം നിങ്ങളുടെ മുന്നിൽ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശുദ്ധ ഇസ്ലാമിനെയും ആക്ഷേപിച്ചുകൊണ്ട്, വളരെ നികൃഷ്ടമായ നിലയിൽ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡിലെ മുനാരങ്ങൾ നിരോധിക്കുന്നതിന് വേണ്ടി പള്ളികളുടെ സ്വിറ്റ്സർലൻഡിലെ ഇസ്ലാമിക സംസ്കാരം മൊത്തം നിർത്തണം, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു തെളിവും സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാകരുത്, പള്ളികളും ഇവിടെ മൊത്തം മുനാരങ്ങളും അടിച്ചു പൊളിക്കണം, ഇനി മുനാരം കെട്ടിക്കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ ഒരു മുനാര വിരുദ്ധ ക്യാമ്പയിൻ ഗംഭീരമായി നടത്തി. അവിടുത്തെ കുറെ ബുദ്ധിജീവികളും ചിന്തകന്മാരും എഴുത്തുകാരും ഒക്കെ കൂടെ ആ മുനാര വിരുദ്ധ ക്യാമ്പയിനിലൂടെ അവർ സ്വിറ്റ്സർലൻഡിലെ 53% ആളുകളെ കൊണ്ട് പള്ളിക്ക് മുനാരം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 57.5% ആളുകൾ മുനാരം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് 57% ജനങ്ങൾ, ആ നാട്ടിലെ ജനങ്ങൾ ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. 42.5% മുനാരമാകാമെന്നും പറഞ്ഞു. ഈ 57% ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഡാനിയൽ സ്ട്രൈഷ് എന്ന് പറയുന്ന ആളാണ്. ഡാനിയൽ സ്ട്രൈഷ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ആളാണ് 52% ആളുകൾക്ക് നേതൃത്വം കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് പ്രവാചകനെയും ഖുർആനെയും പറ്റി കൂടുതലൊന്നും അറിയില്ല, അതുകൊണ്ട് അവരെ ആക്ഷേപിക്കാൻ, പ്രവാചകനെയും ഖുർആനെയും ആക്ഷേപിക്കാൻ വേണ്ടി ഞാൻ അവരെ പറ്റി, പ്രവാചകനെ പറ്റിയും ഖുർആനെ പറ്റിയും പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് വേണമല്ലോ ഈ മുനാരം നിരോധിക്കുന്നവർക്ക് പ്രസംഗിക്കാൻ, മുനാരം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങി. പക്ഷേ പഠിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള പ്രചാരണങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് ഖുർആൻ പഠിക്കാൻ ആരംഭിച്ചത്. പക്ഷേ അതിന്റെ ഫലം ഉദ്ദേശിച്ചതിൽ നിന്ന് വിപരീതമായിരുന്നു. ഖുർആനിൽ ആകൃഷ്ടനായി വൈകാതെ തന്നെ ഡാനിയൽ സ്ട്രൈഷ് ഇസ്ലാം സ്വീകരിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുനാരം നിരോധിക്കാൻ വേണ്ടി അല്ലാഹുവിനെയും ഖുർആനെയും പ്രവാചകനെയും ആക്ഷേപിക്കാൻ വേണ്ടിയാണ്, അവരെ നിന്ദിക്കാൻ വേണ്ടിയാണ്, റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഖുർആനും ഹദീസും പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ പഠിച്ചു വന്നപ്പോൾ ഈ ഉന്നതമായ മാർഗത്തെയാണോ ഞാൻ എതിർക്കുന്നത്? ഈ ഉന്നതമായ ഗ്രന്ഥത്തെയാണോ ഞാൻ എതിർക്കുന്നത്? ഈ മഹാനായ നേതാവിനെയാണോ ഞാൻ എതിർക്കുന്നത്? ഈ പരിശുദ്ധമായ മതത്തിന്റെ പള്ളികൾക്ക് മുനാരം കിട്ടുന്നതിനെയാണോ ഞാൻ എതിർക്കുന്നത്? ഞാൻ ചെയ്തത് തെറ്റായി എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് പശ്ചാത്തലിച്ചുകൊണ്ട് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ഹെഡിങ്ങോടുകൂടി ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണത്തിൽ വന്ന വാർത്തയാണ്. ഇത് വേറെ എവിടെ നിന്നും കൊണ്ടുവന്നല്ല, മലയാളത്തിൽ വന്നതാണ്. അതായത്
യൂസുഫുൽ ഇസ്ലാമിന്റെയും യുവോൺ റിഡ്ലിയുടെയും നാട്ടിൽ നിന്ന് മറ്റൊരു പ്രബോധകൻ ലോകവേദികൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഇദ്രീസ് തൗഫീഖ് എന്ന പേരിൽ ബ്രിട്ടീഷുകാരനായ ഇദ്ദേഹം നീണ്ട കാലം റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്നു. 5 വർഷത്തോളം വത്തിക്കാനിലാണ് പുരോഹിതനായി ജീവിച്ചത്. ഇത്ര വർഷം? 5 വർഷം വത്തിക്കാനിൽ തന്നെ പുരോഹിതനായിരുന്നു. മക്കയിലെ ഇമാം എന്നൊക്കെ പറയുന്ന പോലെ വത്തിക്കാനിലെ പുരോഹിതനായിരുന്നു 5 വർഷം. എന്നിട്ട് പുരോഹിത വൃത്തി നിർത്തിയ ശേഷം ബ്രിട്ടനിലെ വിവിധ കോളേജുകൾ മതവിഷയങ്ങൾ പഠിപ്പിച്ചു. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും, റോമിലെ പ്രശസ്ത വൈദ്യശാസ്ത്ര പഠന കേന്ദ്രമായ പൊണ്ടിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സെന്റ് തോമസ് അക്വിനാസിൽ നിന്ന് ദൈവശാസ്ത്ര പഠനത്തിൽ ഉന്നത ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്രീസ് തൗഫീഖ് എന്ന പേര് സ്വീകരിച്ച് ഈജിപ്തിൽ ജീവിക്കുക ഒരുപാടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ മനുഷ്യൻ പുരോഹിതനായിരുന്നു. എവിടെ? റോമിലെ പുരോഹിതൻ, വത്തിക്കാനിലെ പുരോഹിതനായിരുന്ന ഇദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് വരുന്നതിനും ഇസ്ലാം കാരണങ്ങൾ എന്താന്ന് കൂടി ചെറിയ തോതിലൊന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഈജിപ്റ്റ് സന്ദർശിക്കണമെന്ന് തോന്നി. ഇസ്ലാമിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. ഈജിപ്റ്റ് സന്ദർശിക്കണമെന്ന് തോന്നി. ഈജിപ്തിൽ പോയി. ഈജിപ്തിലെ എയർപോർട്ടിൽ ചെന്നിറങ്ങി. ശ്രദ്ധിച്ചു കേൾക്കണം. ഈജിപ്തിലെ എയർപോർട്ടിൽ ചെന്നിറങ്ങി. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ആരെങ്കിലും മുസ്ലിം ആയിട്ടുണ്ടോ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. മുസ്ലിം ആയവൻ പോകാനല്ലാതെ ഇങ്ങോട്ട് ആരെങ്കിലും കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാതൃകയുണ്ടോ? പക്ഷെ നമ്മുടെ ജീവിതം, നമ്മൾ ഒരു ഹിന്ദുവായ സഹോദരനോടൊപ്പം നമ്മൾ സഹവസിക്കുന്നു. ആ സഹോദരന് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ കച്ചവടം നടത്തുന്നു. ആ സഹോദരന്റെ വണ്ടി നമ്മൾ ഓടിക്കുന്നു, നമ്മുടെ വണ്ടി അവർ ഓടിക്കുന്നു. ആ സഹോദരന് നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒന്നിച്ച് കാപ്പി കുടിക്കുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന ആളായിരുന്നു, റസൂലുള്ളാഹിയുടെ ജീവിതം ഇതായിരുന്നു, വ്യക്തിത്വം ഇതായിരുന്നു. ഒരിടത്ത് ചെല്ലുന്നു, അവൻ പലിശ വാങ്ങുന്നവനാണെന്ന് ബോധ്യമുണ്ട്. അവന്റെ കൂടെ പോയി ചായ കുടിക്കാനിരിക്കുന്നു. അവൻ ആ ഹോട്ടലിൽ ചെന്നപ്പോ അവൻ ചായ കൊടുക്കുന്നവരെന്ന് ചായ കുടിച്ച് എഴുന്നേക്കാൻ നേരത്തെ അവൻ കാശ് കൊടുക്കാൻ പോകുന്നു. അപ്പൊ പറഞ്ഞു, കൊടുക്കണ്ട. എന്തേ? നിന്റെ ഈ പൈസ എനിക്ക് കഴിക്കാൻ പറ്റൂല സഹോദര, കാരണം ഇത് പലിശയാണ്. പലിശ ഇസ്ലാം നിഷിദ്ധമാക്കുന്നതാണ്. ഇതൊന്ന് പറഞ്ഞാൽ അവൻ പിന്നെ എന്താ ഈ പലിശയെ പറ്റിയുള്ള ഇസ്ലാമിക മാനം? ഇത് പഠിക്കാൻ അവൻ തയ്യാറാവും. അടുത്ത ദിവസം അയലത്ത് വീട്ടിലേക്ക് പോകുന്നു, ഇറച്ചിക്കറിയായിട്ട്. അയലത്ത് വീട്ടിൽ താമസിക്കുന്ന തോമസിന്റെ വീട്ടിലേക്ക്, അതല്ലെങ്കിൽ ഗോപാലന്റെ വീട്ടിലേക്ക്, അതല്ലെങ്കിൽ മധുവിന്റെ വീട്ടിലേക്ക്, ചന്ദ്രന്റെ വീട്ടിലേക്ക് പോവുക, കുറച്ച് ഇറച്ചിക്കറിയായിട്ട്. എന്താ ഇത്? ഇറച്ചിക്കറിയാ. എന്താ ഇറച്ചിക്കറിയായിട്ട് ഇങ്ങോട്ട്? എന്റെ വീട്ടിൽ കുറച്ച് ഇറച്ചിക്കറി വെച്ചു. നിന്റെ വീട്ടിൽ ഇപ്പൊ അത് വാങ്ങാനുള്ള സൗകര്യം ഇല്ലാത്ത അവസ്ഥയാണെന്ന് എനിക്കറിയാം. എന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, നിന്റെ വീട്ടിൽ നീ ചാറുള്ള കറി പാകം ചെയ്താൽ അടുത്ത വീട്ടിലെ പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് അത് കഴിക്കാൻ ഗതിയില്ലാത്തവനാണെങ്കിൽ നിന്റെ വീട്ടിൽ പാകം ചെയ്യുന്ന കറിയിൽ അതിൽ നീ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തോ, എന്നിട്ട് നിന്റെ അയൽക്കാരന് കൂടെ അതിന്റെ ഒരു അംശം കൊടുത്തോ എന്നാണ് എന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇന്ന് റബീഉൽ അവ്വൽ 12 നബിദിനത്തിന്റെ ദിവസമായി എന്റെ വീട്ടിൽ ഇറച്ചിക്കറി വെച്ചപ്പോ നിന്റെ വീട്ടിൽ കുഞ്ഞു ആ ഒരു ദിവസമെങ്കിലും എന്റെ പ്രവാചകൻ ജനിച്ച ഒരു ദിവസമെങ്കിലും നിനക്കൂടെ കുറച്ച് തരാന്ന് കരുതി എന്ന് പറഞ്ഞാൽ അതൊരു അവൻ അവിടെ മുതൽ ചിന്തിക്കാൻ തുടങ്ങൂലേ? അവൻ ഇസ്ലാമിനെ കുറിച്ച് കുറഞ്ഞ പക്ഷം റസൂലുള്ളാഹിയെ പറ്റി തെറ്റിദ്ധാരണ ഇല്ലാത്തവനാവൂലേ അവൻ? അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഇത്തരത്തിലുള്ള നികൃഷ്ടമായ പ്രചരണങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഹീനമായ ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ മാതൃകയാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും കൂടാ പറയുന്നേ, സഹോദരന്മാരോട് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പെങ്ങന്മാര് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഹബീബായ നബിയെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഒരു കുട്ടി എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരിക, അദ്ദേഹം ഈ പറഞ്ഞ ആൾ ഇദ്രീസ് തൗഫീഖ് എന്ന് പറയുന്ന ഉന്നതനായ കത്തോലിക്ക പുരോഹിതൻ, വിദ്യാസമ്പന്നൻ, മിടുക്കൻ, വത്തിക്കാനിലെ പുരോഹിതനായിരുന്നു. എയർപോർട്ടിൽ വന്നിറങ്ങി, ഈജിപ്റ്റ് എയർപോർട്ടിൽ ആദ്യമായിട്ട് വരിക. എയർപോർട്ടിൽ വന്ന് പുറത്തേക്ക് വന്നപ്പോ ഒരു കുട്ടി ചെരുപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നു. ചെരുപ്പ് കുത്തുന്ന ഒരു കുട്ടി, ചെറിയൊരു പയ്യൻ. അവനിങ്ങനെ ഇയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഈജിപ്റ്റ് ആണല്ലോ, അവനിങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇയാൾ ഇറങ്ങി വന്നു, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. അദ്ദേഹം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി, ഇത് ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെ സംഭവം. അപ്പോ ഇദ്ദേഹത്തിന് എന്തെങ്കിലും തിരിച്ചൊരു കുട്ടി ഇങ്ങനെ പറയുമ്പോ എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണോ? അതിനുവേണ്ടി പറഞ്ഞു, അപ്പൊ അവൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്. ഇദ്ദേഹത്തിന് ഇത് എന്തായത്? പുറത്തേക്ക് പോയി പരിചയമുള്ള ഒരാളുടെ ഒരു സുഹൃത്തിന്റെ അടുക്കൽ ചോദിച്ചു, എന്താ ഈ കുട്ടി ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ എന്റെ ചെരുപ്പിലേക്ക് നോക്കി, എന്റെ മുഖത്തേക്ക് നോക്കി, അസ്സലാമു അലൈക്കും. ഞാൻ അന്നേരം അവനോട് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ട് ഹവാറി എന്ന് ചോദിച്ചു. അപ്പൊ അൽഹംദുലില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം?
അപ്പൊ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, ദൈവത്തിന്റെ രക്ഷ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഹവാറിയെന്ന് ചോദിച്ചപ്പോ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞല്ലോ. അത് എന്താന്ന് നിനക്ക് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോ സർവ്വസ്തുതി അള്ളാഹുവിനാണ്, ഞാൻ സന്തോഷവാനാണ് എന്നാ പറഞ്ഞത്. ഓ, ചെരുപ്പ് തുന്നുന്ന ഒരു കുട്ടിക്ക് അവനൊരാളെ കാണുമ്പോൾ എന്റെ മേൽ ദൈവത്തിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറയാനും എന്താ വിശേഷം ചോദിക്കുമ്പോ, അന്ന് ചെരുപ്പ് കിട്ടിയില്ലെങ്കിൽ വിശന്ന് പട്ടിണി കിടക്കേണ്ടി വരുന്ന ആ കുട്ടിയോട് ചോദിക്കുമ്പോ അവൻ സർവ്വസ്തുതിയും പടച്ചോനാ സന്തോഷമാ എന്ന് പറയുകയും ചെയ്യുന്നെങ്കിൽ ഇതൊരു വല്ലാത്ത സംഭവമാണ്. ഈ അൽഹംദുലില്ലാഹിൽ നിന്നാണ് ഇയാൾ പഠിക്കാൻ തുടങ്ങിയത്. അവിടുന്നാണ് ഇയാൾ ഈ ചെരുപ്പ് കുത്തിയായ ചെക്കൻ ഇത്രയും സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ എന്റെയൊക്കെ നാട്ടിൽ ചെരുപ്പ് കുത്തുന്നവനാണെന്ന് ഒരിക്കലും ഇങ്ങനൊന്നും പറയൂല. അവൻ അപ്പൊ തന്നെ ചെരുപ്പാ നോക്കുക. ചെരുപ്പില്ലെങ്കിൽ, ഒരു കാലിൽ ചെരുപ്പില്ലെങ്കിൽ അവൻ വെറുപ്പോടെ മുഖത്തേക്ക് നോക്കും, തുന്നണ്ട ചെരുപ്പല്ലെങ്കിൽ. ഇതെന്താ ഇങ്ങനെ ഒരു അവസ്ഥ? ഇവനെ ഇങ്ങനെ ആക്കിയത് ഇസ്ലാമാണെങ്കിൽ എനിക്ക് ഇസ്ലാമിനെ പറ്റി ഒന്ന് പഠിക്കണമല്ലോ. ഒന്ന് നോക്കണേ നമ്മൾ. അയാൾ ഈ മനുഷ്യന്റെ മാറ്റത്തിന്റെ തുടക്കം എവിടുന്നാണ്? ഈ ചെരുപ്പൂത്തിയായ പൊന്നുമോനി. അവസാനം അയാൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചു. ഈജിപ്തിൽ നിന്ന് തന്നെ പഠിച്ച് അവസാനം പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ ഇദ്ദേഹം വെള്ളിയാഴ്ച വെറുതെ ഒന്ന് ജുമാ കാണാൻ വേണ്ടി പോയി. ജുമാ കാണാൻ വേണ്ടി പള്ളിയിൽ ചെന്നു. ജുമാ നിസ്കാരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ജുമാ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പരിചയമുള്ള ഒരു മുഖം കാണുന്നു. പലയിടത്തും കണ്ടിട്ടുള്ള ഒരു മുഖം. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതാരാണ്? യൂസുഫുൽ ഇസ്ലാമാണ്. ഈജിപ്തിലെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് യൂസുഫുൽ ഇസ്ലാം. അതാരാ സാധനം? പണ്ടത്ര ഗംഭീരമായി ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ് പറഞ്ഞില്ലേ? യൂസുഫുൽ ഇസ്ലാം ആ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആ കാലത്ത് ആ പേര് തന്നെ കിട്ടിയത് സൗന്ദര്യം തുടിക്കുന്ന സൗന്ദര്യം, ജ്വലിക്കുന്ന സൗന്ദര്യം, തുളുമ്പുന്ന ആ മുഖത്തെ കണ്ണുകൾ പൂച്ച കണ്ണുകളാണ്. അതുകൊണ്ട് കാമുകിയിട്ട പേരാണ് സ്റ്റീവൻസിന്. കാമുകിയിട്ട പേരാണ് ആരായിരുന്നു? എത്ര ഗംഭീര പാട്ട! 1000 10,000 യേശുദാസ്. പാട്ടങ്ങ് പാടാൻ തുടങ്ങിയാൽ, പാടാൻ വേണ്ടി മൈക്കിന്റെ മുന്നിലേക്ക് നിന്നിട്ടങ്ങ് തുടങ്ങിയാൽ ആ കർണാനന്ദകരമായ ശബ്ദം അന്തരീക്ഷത്തെ മുഖരിതമാക്കുമ്പോൾ, ശ്രോതാക്കളുടെ ശ്രവണപുടങ്ങളിൽ ആ ശബ്ദം ചെന്നടിക്കുമ്പോൾ ആവേശപുളകിതരായി ശ്രോതാക്കൾ ചാടി എഴുന്നേറ്റ് നൃത്തമാടുകയാണ്. എന്തൊരു പാട്ടാ, എന്തൊരു സൗണ്ടാ, എന്തൊരു ശബ്ദമാ, എന്തൊരു ഗാംഭീര്യമാ! അക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പത്രത്തിൽ വന്നത്, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം ഒരു ആപ്പിൾ കടിച്ചിട്ട് അങ്ങോട്ട് വെച്ചാൽ ആ ആപ്പിൾ ആയിരക്കണക്കിന് പൗണ്ട് ഡോളറിനും ലേലം വിളിച്ചു പോകും. നമ്മൾ കടിച്ചിട്ട് വെച്ചാലോ ഈച്ച നിന്നോണ്ടിരിക്കുമോ? ആരെങ്കിലും തിരിഞ്ഞു നോക്കോ? കാറ്റ് സ്റ്റീവൻസ് പാട്ടിന്റെ ഒരു ആപ്പിൾ കടിച്ചിട്ട് വെറുതെ അവിടെ വെച്ചാൽ ആ കടിച്ച ആപ്പിള് ആയിരക്കണക്കിന് ഡോളറിന് ലേലം വിളിച്ചു പോകും. കാറ്റ് സ്റ്റീവൻസ് മനുഷ്യന്റെ വാര്യല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് പാട്ടുപാടുന്ന കാറ്റ് സ്റ്റീവൻസ്. അവസാനം ഇസ്ലാം സ്വീകരിച്ചു. വലിയ ചരിത്രവാ സമയക്കുറവുകൊണ്ട് പോകുന്നില്ല. രോഗം വന്നു. കഠിനമായ രോഗം വന്നു. രോഗത്തിന്റെ സമയത്ത് എല്ലാ മതങ്ങളെ പറ്റിയും പഠിച്ചിട്ടുള്ള ആളാണ്. എന്റെ രോഗം ഞാൻ മാറുമെങ്കിൽ ഞാനൊരു യഥാർത്ഥ ദൈവവിശ്വാസിയാകും എന്ന് പറഞ്ഞു. രോഗം മാറി, കഠിനമായ രോഗം മാറി. രോഗം കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം കിട്ടിയത് ഖുർആനാണ്. ഖുർആൻ അങ്ങ് പഠിക്കാൻ തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് മാറ്റങ്ങൾ ഉണ്ടായി. ഇന്നിപ്പോൾ യൂസുഫുൽ ഇസ്ലാം ആരാ? യൂസുഫുൽ ഇസ്ലാമിന്റെ കർണാനന്ദകരമായ ശബ്ദത്തില് എത്ര ഇംഗ്ലീഷ് പാട്ടിന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പുകഴ്ത്തിക്കൊണ്ട്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് എത്രയെത്ര പാട്ടുകളായി ഇറങ്ങുന്നത്, എത്ര ഖുർആന്റെ സീഡികളായി ഇറങ്ങുന്നത്, എത്ര ഖുർആൻ പഠിക്കുന്ന സെന്ററുകളാണ് യൂസുഫുൽ ഇസ്ലാം ഓരോ സ്ഥലത്തും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസുഫുൽ ഇസ്ലാമിന്റെ പാട്ട് കേട്ട എത്രയോ ആളുകളാണ് യൂസുഫുൽ ഇസ്ലാമിനോട് ഖുർആൻ കേൾക്കാൻ വേണ്ടി മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ നൂറുകണക്കിന് ആളുകളാ കലിമ ചൊല്ലി വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. യൂസുഫുൽ ഇസ്ലാം കൈപിടിച്ച് എത്രയോ പേരെ ആ ദീനിലേക്ക് കൊണ്ടുവരുന്നത്. ആ യൂസുഫുൽ ഇസ്ലാം സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ യൂസുഫുൽ ഇസ്ലാം ഇങ്ങനെ ഇറങ്ങി വരികയാ പള്ളിയിൽ നിന്ന്. നോക്കുമ്പോൾ പരിചയമുള്ള മുഖം, ആ കണ്ണുകൾ, അത്യാകർഷണീയമായ കണ്ണുകൾ, സുന്ദരമായ താടി, ഗംഭീരമായ തൊപ്പി, നിസ്കാരത്തരമ്പ്. പതുക്കെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഇത് പറഞ്ഞതോടെ കയറി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാനിങ്ങനെ ഇസ്ലാമിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിനെ പറ്റി അറിയാൻ കഴിഞ്ഞു. ആ ചെറിയ കുട്ടിയാണ് എന്നെ മാറ്റിയത്. ആ എയർപോർട്ടിൽ ഇറങ്ങി വരുമ്പോൾ എന്റെ മുഖത്ത് നോക്കി സലാം പറഞ്ഞ പൊന്നുമോനാണ് എന്നെ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ പ്രേരിപ്പിച്ചത്.
പഠിപ്പിച്ചത്. എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ വിശുദ്ധ ഇസ്ലാമാണ് സത്യത്തിന്റെ മാർഗമെന്ന്. ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യൂസുഫുൽ ഇസ്ലാം ചോദിക്കുക, നമ്മുടെ അടുക്കൊക്കെ വന്ന് പറഞ്ഞു ഉണ്ടല്ലേ ലവ് ജിഹാദ് പ്രശ്നമാകും മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടാൻ നോക്കും അല്ലേ? ആരെങ്കിലും ഒന്ന് വന്നിട്ട് എനിക്ക് ഇസ്ലാം ശരിയാണെന്ന് തോന്നി, സത്യമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ പടച്ചമ്പുരാനെ എപ്പോഴാ ലവ് ജിഹാദിൽ പിടിച്ചിരുന്നതെന്ന് അറിയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ? ലവ് ജിഹാദിന്റെ പേര് ജഡ്ജി വരെ എഴുതുക. കേരളത്തിന്റെ ഹൈക്കോടതി, കേരളം ലോകത്തെ ഏറ്റവും അധികം മതസൗഹാർദ്ദം നിലനിൽക്കുന്ന, ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ ജീവിക്കുന്ന, മാനവ സൗഹൃദത്തിന്റെ മകുടോദാഹരണമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന വ്യക്തമായ രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവും മതേതര ബോധവും ഉള്ള ജനങ്ങൾ താമസിക്കുന്ന കൊച്ചു കേരളത്തിന്റെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി എന്താ എഴുതിയേ, എന്താ പറഞ്ഞ ജഡ്ജിമെന്റില് 3000 പേരെ മാറ്റിയിരുന്നു മുസ്ലിം ചെറുപ്പക്കാർ. മുസ്ലിം ചെറുപ്പക്കാര് 3000 പേരെ പ്രേമിച്ച് മാറ്റി. എന്നിട്ട് ആ മാറ്റിയവരെയൊക്കെ കൊണ്ടുപോയി അവരിൽ പലരെയും കൊണ്ടുപോയിട്ട് പാകിസ്ഥാനി വിട്ടു എന്ന് പറഞ്ഞിട്ട് BHPയുടെ സൈറ്റിൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്താ പറയുന്നത്? ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരെയൊക്കെ ജോലി പ്രേമിക്കണം, എന്നിട്ട് ഹിന്ദു പെൺകുട്ടികളെ പ്രേമിക്കണം, എന്നിട്ട് അവരെ മതം മാറ്റം, എന്നിട്ട് മതം മാറ്റം മാത്രമല്ല, എന്നിട്ട് അവരെ കൊണ്ടുപോയി പാകിസ്ഥാനിലെ റെഡ് സ്ട്രീറ്റിൽ വ്യഭിചരിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എന്താ ഇത് എഴുതിയ, ഇങ്ങനെ എഴുതി വിടുന്ന BHPയുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് കേരളത്തിന്റെ ജഡ്ജി എഴുതുക. കേരളത്തിലെ ജഡ്ജി എഴുതുകയാണ്, ഹൈക്കോർട്ടിലെ ജഡ്ജി ആ സൈറ്റിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്യുക ജഡ്ജിമെന്റ്. ഇതേ കോടതി എന്താ ചെയ്തേ അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഒരു മുസ്ലിം പുരുഷനെ ഒരു അമുസ്ലിം പെൺകുട്ടി പ്രേമിച്ചു. അവസാനം ആ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു. അവര് തമ്മിൽ കല്യാണം കഴിച്ചു. എന്നിട്ടത് വിഷയമായി കോടതി. ചുരുക്കി അങ്ങ് പറയാം, കോടതിക്ക് മുമ്പിൽ വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ, ഈ പയ്യന്റെ വക്കീല് ശക്തമായി കോടതിയിൽ പറഞ്ഞു, പെൺകുട്ടി വിദ്യാസമ്പന്നയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്, ചിന്താശേഷിയുള്ള കുട്ടിയാണ്. ആ കുട്ടി ഇസ്ലാമിനെ പറ്റി പഠിച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണത്തിന് വേണ്ടി പ്രേമം നടക്കാൻ വേണ്ടി, പ്രേമം സഫലമാകാൻ വേണ്ടി ഇസ്ലാമിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി മുസ്ലിം ആയിട്ടാണ് പിന്നെ കല്യാണം കഴിച്ചത്. ഈ പയ്യനുമായിട്ട് അടുപ്പം. അതുകൊണ്ട് ആ പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കളുടെ കൂടെ വിടരുത്, പയ്യന്റെ കൂടെ വിടണം. ബഹുമാനപ്പെട്ട കോടതി പറ്റൂല, അവിടെ മാതാപിതാക്കളുടെ കൂടെ തന്നെ പോട്ടെ, എന്നിട്ട് ഒരാഴ്ച കഴിയട്ടെ, പിന്നെ വന്നതിന് ശേഷം ബാക്കി ആലോചിക്കാം. എന്നിട്ട് അതെന്തായി എന്നുള്ളത് നിങ്ങൾ പത്രത്തിൽ വായിച്ചു. ഇതേ കോടതി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു കേസ്, പെരുമ്പാവൂരിനടുത്ത് ചേലക്കുളത്തുള്ള ഒരു മുസ്ലിം പെൺകുട്ടി ഒരു പട്ടികജാതിക്കാരനായ ചെറുപ്പക്കാരന്റെ കൂടെ പോയി. അവള് മുസ്ലിം ആയിരിക്കവെയാ പോയത്. അവള് വെറും മുസ്ലിം അല്ല, നമസ്കാരമുള്ള വീട്ടിൽ നിസ്കരിക്കുന്ന പെണ്ണായിരുന്നു. പോയി. സംഭവം മറ്റേതാ, ഏതാ? മൊബൈൽ. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, മൊബൈൽ. അതിലൂടെയാണല്ലോ ഇപ്പൊ എല്ലാം നടക്കുന്നത്. കൂട്ടത്തിൽ ഇതൊന്നും അങ്ങനെ പോയതിനു ശേഷം കുറെ ദിവസം കഴിഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. അങ്ങനെ ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നു. പെണ്ണിനെ ഹാജരാക്കി, ചെക്കനെ ഹാജരാക്കി. പെണ്ണ് ആകെ മാറി, കുറിയൊക്കെ ഇട്ട് കോടതിയിൽ ഈ പെണ്ണിന്റെ വക്കീൽ ശക്തമായി ആവശ്യപ്പെട്ടു. കുറച്ചു ദിവസം മുമ്പ് ഇതേ കോടതിയില് ഒരു പെണ്ണ് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ പെണ്ണിനെ മാതാപിതാക്കളുടെ കൂടെ വിടുകയാണ് ചെയ്തത്. ഇപ്പോ ഈ പെണ്ണിനെ ഒരാഴ്ചത്തേക്ക് മാതാപിതാക്കളുടെ കൂടെ വിടണം, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കോടതി ആ പെണ്ണിനെ ചെക്കന്റെ കൂടെ വിട്ടു. കോടതി സമ്പൂർണ്ണ നീതി ഉള്ള കോടതിയല്ലേ? കോടതികളിൽ നിന്ന് നീതിയല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? കോടതികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നീതിയാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി എന്ന് പറയുന്ന കേട്ടാൽ നമ്മൾ അവന്റെ അടുത്ത് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ യൂസുഫുൽ ഇസ്ലാം ചോദിച്ചു, സത്യം മനസ്സിലായില്ലേ? മനസ്സിലായി. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നില്ലേ? അംഗീകരിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നില്ലേ? അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കുന്നു. എന്നാ പിന്നെ താമസിപ്പിക്കുന്ന കൈനീട്ട് കയ്യങ്ങ് നീട്ടിക്കൊടുത്തു. യൂസുഫുൽ ഇസ്ലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്
ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തു. അങ്ങനെയാണ് ഇദ്രീസ് തൗഫീഖ്, ആ വലിയ ക്രിസ്തുമത പണ്ഡിതനായ ഇദ്രീസ് തൗഫീഖ് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ലോകം പുകഴ്ത്തുകയല്ലേ, ലോകം വാഴ്ത്തുകയല്ലേ. എത്രയെത്രയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിച്ച് എത്രയോ ആളുകളായി ഇസ്ലാമിന്റെ മഹോന്നതമായ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാർജ് പോയി. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ പ്രതീകമാണ്. അതാണ് പറഞ്ഞുകൊണ്ടുവന്നത്. ഒരുപാട് ആരൊക്കെ എന്തൊക്കെ പുസ്തകം എഴുതിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ കോട്ടവും വരുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും അവിടുന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകള്, ഈ കഷ്ടപ്പാടുകളും അതികഠിനമായ വേദനകളും ഒക്കെ അനുഭവിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിന്റെ ദിവസത്തില് മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ 10,000-ലധികം വരുന്ന അനുയായികളുമായിട്ട്, അല്ലെങ്കിൽ അതിലെത്രയോ കൂടുതൽ വരുന്ന അനുയായികളുമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് വരുന്ന ദിവസം, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുമ്പിൽ ശത്രുക്കൾ ഹാജരാക്കപ്പെടുന്ന ദിവസം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ പ്രവാചക പ്രഭുവിനെ പോലെ കാരുണ്യം കാണിച്ച അല്ലാഹുവിന്റെ റസൂൽ എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ചതാ, എത്ര ഏറുകൊണ്ടതാ മക്കളെ. അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച ത്യാഗത്തിന് തുല്യമായ ഒരു ത്യാഗം നമ്മൾ ആരെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷമല്ലേ പച്ചലയും പച്ചവെള്ളവും കുളിച്ച് കിടക്കേണ്ടി വന്നത്? പച്ചലയും പച്ചവെള്ളവും കുളിച്ച് കിടക്കേണ്ടി വന്നത് 3 വർഷമല്ലേ? വിനീതനായ ഞാൻ പലപ്പോഴും ജയിലറയ്ക്കകത്ത് പലപ്പോഴും കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അതികഠിനമായ അൾസറിന്റെ ഭീകരമായ ബുദ്ധിമുട്ടില് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ കഴിയാതെ വെള്ളമെടുക്കാൻ നിൽക്കുന്ന ഓർഡർലിയായ തമിഴ് പയ്യന്മാരാ ഭക്ഷണം എടുത്തുകൊണ്ടുപോയി കഴിച്ച് പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴെല്ലാം എന്റെ മനസ്സിനെ ഞാൻ പിടിച്ചു നിർത്താൻ ശ്രമിച്ചത് 14 എന്റെ മനസ്സിനെ ഞാൻ വായിപ്പിച്ചപ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച വിഷമത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ ഇലന്തമരത്തിന്റെ ഇല കഴിച്ചുകൊണ്ട് പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എത്ര വർഷമായ എത്ര കാലമാ റസൂലുള്ള കഴിയേണ്ടി വന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവസാനം വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം, ഏതെങ്കിലും ഒരു ചേഞ്ച്, എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ നാവി പച്ചലയും വെള്ളവും കുറിച്ച് വല്ലാതെ മരവിച്ചു പോയപ്പോൾ എങ്ങനെങ്കിലും ഈ നാവിനൊരു മാറ്റം ഉണ്ടാകണം, ഒരു ചേഞ്ച് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആരാമക്കളെ ഓർക്കണം, ഇന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ അവസ്ഥ എന്താ? ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട അനുയായികളുടെ അവസ്ഥ എന്താ? ഏറ്റവും അടുത്ത ദിവസം കാസർഗോഡ് വന്ന വാർത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേൾക്കണം. സംയുക്ത മഹലിന്റെ പ്രസിഡന്റ്, കാസർഗോഡ് സംയുക്ത മഹലിന്റെ പ്രസിഡന്റാ, ജില്ലയിലെ നിരവധി മഹല്ലുകളുടെ പ്രസിഡന്റ്. ആ പ്രസിഡന്റിന്റെ മകളുടെ കല്യാണം നടത്തുമ്പോൾ ആ കല്യാണത്തിന്, മോളുടെ കല്യാണത്തിന് പരസ്യമായിട്ട് മോളെ ഹാജരാക്കി, പുതിയാപ്പിളയും ഹാജരാക്കി, സിനിമയെ വെല്ലുന്ന അത്യന്താധുനികമായ സംവിധാനത്തോടുകൂടി വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ടാക്കി. ആ സ്റ്റുഡിയോയിൽ നിന്ന് സിനിമയെക്കാൾ ഗംഭീരമായി ഓരോ രംഗങ്ങളും ഒപ്പിയെടുത്ത് കല്യാണം നടത്തുമ്പോൾ മോളുടെ കഴുത്തിലിട്ട് കൊടുത്തത് 1500 പവന്റെ സ്വർണമാണ് സഹോദരങ്ങളെ. 1500 പവൻ സ്വർണം. പത്രങ്ങളിൽ വന്ന വാർത്ത എന്റെ കയ്യിൽ വെച്ചുകൊണ്ടാ ഞാൻ പറയുന്നത്. 1500 പവൻ സ്വർണം കൊടുത്തത് മാത്രമല്ല, ആ പൊന്നുമോളുടെ കല്യാണത്തിന് വേണ്ടി പുതിയ ആപ്പിളക്ക് കൊടുത്തത് 2 BMW കാറാ, ഒരു കാറല്ല. BMW കാർ എന്ന് പറഞ്ഞാൽ മുതലപ്പുറത്തുകാർ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇന്ന് ലോകവിപണിയിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള കാറുകളിലൊന്നായ, കോടാനുകോടി വിലപിടിക്കുന്ന കാറായ BMW കാർ 2 എണ്ണമാണ് വീടിന്റെ മുന്നിൽ അലങ്കരിച്ചിട്ടിരുന്നത്. വരുന്നവരൊക്കെ മഹാന്മാരുടെ മക്ബറയുടെ മുന്നിൽ പോയിട്ട് നോക്കുന്ന പോലെ ഈ കാറിന്റെ അടുക്കൽ പോയിട്ട് കാറിനെ നോക്കിയിട്ടൊന്ന് തൊട്ടു നോക്കിയിട്ടാ പിന്നെ കല്യാണത്തിനകത്തേക്ക് കയറിയത്. 25 ലക്ഷം രൂപയാണ് ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത്. 25 ലക്ഷം രൂപയാ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, ഈ കല്യാണത്തിന് വേണ്ടി അയാൾ ആഴ്ചകൾക്ക് മുമ്പ് മുതൽ
പത്രങ്ങളിൽ പരസ്യം കൊടുക്കാൻ തുടങ്ങി. ഇത്രാം തീയതി മോളെ കല്യാണമാ. അന്നത്തെ ദിവസം ഈ ജില്ലയിൽ മഹല്ലുകളിലൊന്നും വേറൊരു കല്യാണവും നടത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുകയുണ്ടായി. ഈ കല്യാണം കണ്ടപ്പോൾ ആ കല്യാണത്തിൽ പങ്കെടുത്ത വേറൊരു കോടീശ്വരന് ഇവിടെ നടന്നതിനേക്കാളും എന്തെങ്കിലും ചേഞ്ച് വേണമല്ലോ. അവനും മകൾക്ക് കൊടുത്തു, ലക്ഷങ്ങളുടെ സ്വർണം കൊടുത്തു, ലക്ഷങ്ങളുടെ വണ്ടി കൊടുത്തു. പക്ഷേ ഒരു ചേഞ്ചിന് വേണ്ടി എന്താ ചെയ്തെന്നറിയോ? മോളിട്ടിരുന്ന വസ്ത്രത്തില് അന്നത്തെ കല്യാണത്തിൽ ഇട്ടിരുന്ന ചുരിദാറിന് ചോളിയില് ആ വസ്ത്രത്തിൽ മാത്രം 30 പവന്റെ സ്വർണം തുന്നിപ്പിടിപ്പിച്ചു വസ്ത്രത്തിന്റെ അലങ്കാരത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അയാൾ തന്റെ മകളുടെ കല്യാണം ഗംഭീരമാക്കിയത്. ഇങ്ങനെ എത്രയെത്ര ആളുകളാണ് മുസ്ലിം സമുദായത്തിന്റെ ഉമ്മത്തിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് എത്രയെത്ര ആളുകളാ, എത്രയെത്ര കല്യാണങ്ങളായി നടക്കുന്നത്. മകളുടെ കല്യാണത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്ന, അനാവശ്യമായി ലക്ഷങ്ങളുടെ ഭക്ഷണം വാരി വിളമ്പുന്ന ഒരു കല്യാണത്തിൽ തന്നെ വിവിധതരം ഭക്ഷണങ്ങൾ കൊണ്ട് ആറാട്ട് നടത്തുന്ന, കല്യാണത്തിന്റെ പേരിൽ ജുവല്ലറികൾ അങ്ങനെ തന്നെ ചുങ്കത്ത് പെൻസ് ജുവല്ലറി, ആലപ്പാട്ട് ജുവല്ലറി, അറേബ്യൻ ജുവലറികൾ അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് കല്യാണത്തിന് മോടെ പുറത്തോട്ട് വെച്ചു കൊടുത്തുകൊണ്ട് തൊട്ടിച്ചു കൊടുക്കുന്ന എത്രയെത്ര കല്യാണങ്ങളാണ് നടക്കുന്നത്. ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് കല്യാണങ്ങൾ നടക്കുകയാ, മറുഭാഗത്ത് സമുദായം ചെയ്യുന്നത് എന്താണെന്നറിയോ? അടുത്ത സമയത്ത് എറണാകുളം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിക്ക് ചെലവായത് 7 കോടി രൂപയാണ് മക്കളെ. 7 കോടി രൂപ കൊണ്ടുണ്ടാക്കിയ പള്ളിയുടെ താഴത്തെ നിലയിൽ പോലും കൊള്ളാതെ ജുമായിക്ക് ആളില്ല.